ഹായ് മക്കളെ, അപ്പോൾ നമുക്ക് പഠിച്ചു തുടങ്ങാം. സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മളൊരു എൻട്രൻസ് ലെവലിൽ എന്ത് ചെയ്യാൻ പോവാ, സെറ്റാക്കാൻ പോവുക. ഒരു കുഞ്ഞു ചാപ്റ്ററാണ് സെറ്റ് എന്ന് പറയുന്നത്, ഇല്ലേ? നമുക്കറിയാം. പക്ഷേ എൻട്രൻസിന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പലർക്കും എന്ത് ചെയ്യാറുണ്ട്, പല കൺഫ്യൂഷൻസും വരാറുണ്ട്. അപ്പോൾ ആ കൺഫ്യൂഷൻസ് എല്ലാം നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോവുക, ഇന്ന് ക്ലിയർ ആക്കാൻ പോവുക. നമ്മളൊരു പാസ്റ്റ് 10 years ആയിട്ട് NDAയിൽ ചോദിച്ചിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. സോ ആ ക്വസ്റ്റ്യൻസും എൻട്രൻസിന് പല ടൈപ്പ് എൻട്രൻസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് കീമിനും അതേപോലെ JEE മെയിൻസിനും ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പോവുക, നമ്മൾ ഈ സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്താക്കാൻ പോവുക, സെറ്റാക്കാൻ പോവാം. ഓക്കെ, സോ അപ്പോൾ ശ്രദ്ധിച്ചിരുന്നോ. നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഒന്ന് കേൾക്കണം. അത് കേട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലത്തിലോട്ട് പോവാം. ഒന്നുമില്ല, നിങ്ങൾക്ക് ആൾറെഡി അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ പറയാൻ പോകുന്നത്. പക്ഷേ ആ അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു എൻട്രൻസ് ലെവലിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റണം. ഓക്കെ, സോ അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ലെക്ചർ കവർ ചെയ്യും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചിരുന്നോ. ഞാൻ പറഞ്ഞില്ലേ, ഒരു 10 years ആയിട്ട് NDAക്ക് ചോദിച്ചിട്ടുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് എൻട്രൻസുകൾക്കൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, സോ നമുക്ക് ചാപ്റ്റർ സെറ്റാക്കാം. അതാ നോക്കിയാൽ നമുക്കിവിടെ സിലബസ് കാണാം, അല്ലയോ? നമുക്ക് ഇത് NDAയുടെ സിലബസാണ്. NDAയുടെ സിലബസിൽ സെറ്റിൻ്റെ കോൺസെപ്റ്റ്, ഓപ്പറേഷൻ, വെൻ ഡയഗ്രാം, അതേപോലെ ഡിമോർഗൻസ് ലോ, അതേപോലെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്, പിന്നെ റിലേഷൻസ് ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ റിലേഷനും ഇക്വാലൻസ് റിലേഷനും. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ഓക്കെ, സോ നോക്കാം. നമുക്ക് ബേസിക് ആയിട്ട് ആദ്യം നോക്കാം. ഒരു സെറ്റ്, ഞാനിവിടെ വെറുതെ ഒരു സെറ്റ് പറയുക. സെറ്റ് എന്ന് പറഞ്ഞാൽ 1, 2, 3. ഓക്കെ, ഈ സെറ്റ് എന്തൊരു ഫോമാണ്? ഇതിനെ നമ്മൾ വിളിക്കും റോസ്റ്റർ ഫോം എന്ന് വിളിക്കും, അല്ലയോ? അങ്ങനെയാണെങ്കിൽ വേറൊരു ഫോമും കൊണ്ട് നമുക്കറിയാം, എന്താ, സെറ്റ് ബിൽഡർ ഫോം. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ശ്രദ്ധിക്കണം. സെറ്റ് ബിൽഡർ ഫോം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ റോസ്റ്റർ ഫോമും, റോസ്റ്റർ ഫോം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റ് ബിൽഡർ ഫോമും പറയാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ അതാ നോക്കിയേ, ഇതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞേ നമുക്കറിയാം 1, 2, 3. ഈ 1, 2, 3 എല്ലാം എന്താ, നാച്ചുറൽ നമ്പേഴ്സ്, അല്ലേ? നാച്ചുറൽ നമ്പേഴ്സാണ്. സോ A എന്ന് പറയുന്ന സെറ്റിന് എനിക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെ എഴുതാം, 1നും 3നും ഇടയിലുള്ള നമ്പേഴ്സ് ഒന്നാകാമോ, ഒന്നാകാം. സോ അതുകൊണ്ട് എന്ത് ചെയ്തത്, എക്സ് എന്ന് പറയുന്നത് എന്താവാം, 1 < 3, അതായത് 1 ആകാം 3 ആകാം. ഓക്കെ, സോ അതുകൊണ്ട് ആ ഒരു ഈക്വൽ ടു കൂടെ വന്നത്. ഇനി എക്സ് എന്താ, 1നും 3നും ഇടയിലുള്ള നമ്പരും ആകാം. ഓക്കെ, ഇനി നമ്മൾ പറയണം 1നും 3നും ഇടയിലുള്ള എല്ലാ നമ്പരും ആകാൻ പറ്റത്തില്ല. അതെന്തായിരിക്കണം, എക്സ് എലമെന്റ് ഓഫ് നാച്ചുറൽ നമ്പർ ആയിരിക്കണം. അതൊരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം. കാരണം എന്താ, ഞാൻ ഈ എക്സ് എലമെന്റ് ഓഫ് നാച്ചുറൽ നമ്പർ ഇവിടെ എഴുതിയില്ലെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്, 1നും 3നും ഇടയിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്, 1.5 ഉണ്ട്, 1.6 ഉണ്ട്, 2.3 ഉണ്ട്, 2.4 ഉണ്ട്. ഈ നമ്പേഴ്സ് എല്ലാം ആവാം. പക്ഷേ നാച്ചുറൽ നമ്പറേ ആവാൻ പറ്റത്തുള്ളൂ എന്ന് എടുത്ത് പറയണം. അങ്ങനെയാണെങ്കിൽ ഏതേ വരത്തുള്ളൂ, 1, 2, 3 വരത്തുള്ളൂ. ഓക്കെ ആണേ? ഓക്കെ, സോ ഒരു സെറ്റ് ബിൽഡർ ഫോം എന്താണെന്ന് മനസ്സിലായല്ലോ, റോസ്റ്റർ ഫോം എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മളിനി അങ്ങോട്ട് കുറേ സെറ്റ് ബിൽഡർ ഫോംസ് കാണും, റോസ്റ്റർ ഫോം കാണും. അപ്പോൾ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ ആണേ? ഓക്കെ, അടുത്തത് സബ്സെറ്റ്. ഞാൻ ഈ എടുത്ത 1, 2, 3 എന്ന് പറയുന്ന സെറ്റ് തന്നെ ആലോചിക്കുക. ആ സെറ്റിൻ്റെ കുറേ സബ്സെറ്റുകളാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ സിംപ്ലി പറഞ്ഞാൽ എന്താ, എൻ്റെ ഈ സെറ്റിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റ് സെറ്റുകൾ, അതിനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്, സബ്സെറ്റുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? സോ 1നെ മാത്രം എടുത്ത് വെച്ചൊരു സബ്സെറ്റ് ഉണ്ടാക്കാം, 2നെ മാത്രം എടുത്ത് വെച്ചൊരു സബ്സെറ്റ് ഉണ്ടാക്കാം. അങ്ങനെ എനിക്ക് ഇത്രയും സബ്സെറ്റുകൾ ഉണ്ടാക്കാം. ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താ, ഓർത്തിരിക്കേണ്ട കാര്യം എന്താ, നമുക്കറിയാം. എന്താണ്, ഇവനെ കണ്ടോ, S7. ഈ S7 എന്ന് പറഞ്ഞാൽ എന്താ, S7 ഒരു സബ്സെറ്റാണ്. S7 ഒരു സബ്സെറ്റാണ്. ആരുടെ സബ്സെറ്റ്? എയുടെ സബ്സെറ്റ്. സോ സബ്സെറ്റിന് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും, ഇങ്ങനെ ഡിനോട്ട് ചെയ്യും. ഇനി S7 ഒരു പ്രത്യേകതയുണ്ട്. S7 നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവാതെ എന്ത് തന്നെ, A തന്നെ. സോ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും, ഇംപ്രോപ്പർ സബ്സെറ്റ് എന്ന് വിളിക്കും. എന്തൊരു സബ്സെറ്റ് എന്ന് വിളിക്കും, ഇംപ്രോപ്പർ സബ്സെറ്റ്. S7 എന്ത് തന്നെയാണ്, A തന്നെയാണ്. സോ ഒരു ഈക്വലും കൂടെ ആണെന്ന് കാണിക്കാൻ ഒരു ഈക്വൽ ടു പോലൊരു സാധനം എന്ത് ചെയ്തത്, നമ്മൾ അടിയിലോട്ട് ഇട്ടത്. ഈ സബ്സെറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്, എന്താ, ഇംപ്രോപ്പർ സബ്സെറ്റ്. ഇനി അടുത്ത കാര്യം നമ്മൾ ഓർക്കേണ്ടത് എന്താ, അതാ നോക്കിയാൽ S8 എന്ന് പറയുന്ന ആളെന്താ, അതൊരു നൾ സെറ്റിനെ താണ്ട് ഇങ്ങനെയും ഡിനോട്ട് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ താണ്ട് ഇങ്ങനെയും ഡിനോട്ട് ചെയ്യാം. ഇതും എന്ത് തന്നെയാണ്, നൾ സെറ്റ്. അപ്പോൾ ക്വസ്റ്റ്യൻസിനകത്തൊക്കെ ഈ നൊട്ടേഷൻ കണ്ടാലും മനസ്സിലാക്കിക്കോണത് എന്താ, അതൊരു നൾ സെറ്റാണ്. ഓക്കെ, സോ നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ സെറ്റുകളുടെയും സബ്സെറ്റ് ആയിരിക്കും എന്തോന്ന്, നൾ സെറ്റ് എന്ന് പറയുന്നത്. നൾ സെറ്റിനെ നമ്മൾ സെപ്പറേറ്റ് സെറ്റിനകത്ത് മെൻഷൻ ചെയ്ത് എഴുതാറില്ല. പക്ഷേ ആലോചിച്ചോണം, എല്ലാ സെറ്റിലും ആരുണ്ട്, നൾ സെറ്റ് ഉണ്ട്. ഓക്കെ ആണോ? ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് മനസ്സിലായി S7 എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഇംപ്രോപ്പർ സബ്സെറ്റാണ്. അതേപോലെ S8 നമ്മൾ എന്ത് വിളിക്കും, നൾ സെറ്റ് എന്ന് വിളിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലായി, നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ് ആൻഡ് എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. ഈ രണ്ട് സാധനം നമ്മൾ NCERT പഠിച്ചത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. സോ S7 കാണിച്ചു തരുന്നത് എന്താ, എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. ഓക്കെ, അതേപോലെ നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. ഈ രണ്ട് കാര്യം മനസ്സിലായി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ താണ്ടെ ഇനി ഒരു കാര്യം നമ്മൾ പറയാൻ പോവാണ്.
ഇനി ഒരു കാര്യം നമ്മൾ പറയാൻ പോവുകയാണ്. എന്താ നോക്കിയേ, എത്ര എലമെന്റ്സ് ഉണ്ട്, എത്ര സബ്സെറ്റുകളെ ഉണ്ടാക്കാം, എത്ര സബ്സെറ്റുകളെ ഉണ്ടാക്കാം. ഓക്കെ, അതായത് ദാണ്ടേ നമ്പർ ഓഫ് സബ്സെറ്റ്സ്, നമ്പർ ഓഫ് സബ്സെറ്റ്സ്, നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഈസ് ഈക്വൽ ടു ദാണ്ടെ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്, 2n. നമ്പർ ഓഫ് സബ്സെറ്റ്സിന്റെ ഇക്വേഷൻ എന്താ, 2n. ഫോർ എക്സാമ്പിൾ ദാണ്ടെ എ എന്ന് പറയുന്ന സെറ്റിൽ എത്ര ആൾക്കാരുണ്ട്, n ഓഫ് എ എന്ന് പറയുക. എന്താ പറയുക, n ഓഫ് എ. n ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ, എയിലുള്ള ആൾക്കാരുടെ എണ്ണം എത്ര ഉണ്ടാ, എയിൽ എത്ര പേരുണ്ട്, 1 2 3 പേരുണ്ട്. എയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്, 3 പേരുണ്ട്. സോ ഇതിനെ സിംപ്ലി n ഓഫ് എ എന്ന് വിളിക്കാം, ജസ്റ്റ് സിംപ്ലി എന്ത് വിളിക്കാം, n എന്ന് വിളിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ എ എന്ന് പറയുന്ന സെറ്റിലുള്ള 3 ആൾക്കാരെ കൊണ്ട് എനിക്ക് എത്ര സബ്സെറ്റുകൾ ഉണ്ടാക്കാൻ പറ്റും, എത്ര സബ്സെറ്റ് ഉണ്ടാക്കാൻ പറ്റും, 2n സബ്സെറ്റ് ഉണ്ടാക്കാൻ പറ്റും. ശരിയല്ലയോ? താണ്ടെ നമ്പർ ഓഫ് സബ്സെറ്റ്സ്, നമ്പർ ഓഫ് സബ്സെറ്റ്സ് നോക്കുവാണെങ്കിൽ എത്ര, 2n എത്ര ഇവിടെ 3 വിച്ച് ഈസ് ഈക്വൽ എത്ര, 8. ശരിയല്ലയോ? താണ്ടെ നോക്കിയാൽ എത്ര സബ്സെറ്റുകൾ ഉണ്ടാക്കാൻ പറ്റി, 8 സബ്സെറ്റുകൾ ഉണ്ടാക്കാൻ പറ്റി. എത്ര സബ്സെറ്റ് ഉണ്ടാക്കാൻ പറ്റി, 8 സബ്സെറ്റ് ഉണ്ടാക്കാൻ പറ്റി. ഇനി ആ 8 സബ്സെറ്റിൽ എത്ര എണ്ണം പ്രോപ്പർ സബ്സെറ്റുകളാണ്? നമുക്കറിയാം എഴുതിയ ഒരെണ്ണം ആരാ, ഒരെണ്ണം ഇംപ്രോപ്പറാണ്. കാരണം ഈ ഇവനെ അതേപോലെ എഴുതിയ സബ്സെറ്റായത്, അവനെ നമ്മൾ എന്താ വിളിച്ചത്, ഇംപ്രോപ്പർ സബ്സെറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴേലും ക്വസ്റ്റ്യൻ കാണുവാണ് നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് എന്നാണ്, ഇങ്ങനെ ക്വസ്റ്റ്യൻ കാണുമെന്ന് വിചാരിക്കുക, നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ്. നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, 2n എന്ന് പറഞ്ഞാൽ ടോട്ടൽ എല്ലാ സബ്സെറ്റും ഉണ്ട്. അതിൽ നിന്ന് ആരെ കുറച്ച് കളയണം, ഒരു ഇംപ്രോപ്പർ സബ്സെറ്റ് ഉണ്ടല്ലോ, അതായത് ഈ സെറ്റിനെ അതേപോലെ എടുത്ത് എഴുതിയ ഒരു ഇംപ്രോപ്പർ സബ്സെറ്റ് ഉണ്ടല്ലോ, അവനെ എന്ത് ചെയ്യണം, കുറച്ച് കളയണം. അപ്പോൾ എത്ര ആകും, ഈ കണ്ടീഷനിൽ പറയുകയാണെങ്കിൽ എത്ര ഇംപ്രോപ്പർ സബ്സെറ്റ് ഉണ്ട്, നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്. ഈ കണ്ടീഷനിൽ പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് എത്ര, 8 - 1 എത്ര, 7. ഓക്കെ ആണോ? അപ്പോൾ ഓർത്തിരിക്കുകയാണ്, എന്താ ഓർക്കാനുള്ളത് ഇവിടെ, നമ്പർ ഓഫ് സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എത്ര, 2n. നമ്പർ ഓഫ് സബ്സെറ്റ്സ് n എലമെന്റ് ഉള്ള ഒരു സെറ്റ് കൊണ്ട് നമുക്ക് എത്ര സബ്സെറ്റുകളെ ഉണ്ടാക്കാം, 2n സബ്സെറ്റുകളെ ഉണ്ടാക്കാം. ഓക്കെ, ഇനി നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ആണ് ചോദിക്കുന്നതെങ്കിലോ ഇക്വേഷൻ എന്താ, 2n നിന്ന് എന്ത് ചെയ്യണം, 1 കുറയ്ക്കണം. കാരണം നമുക്കറിയാം ആരുണ്ട്, ഒരു ഇംപ്രോപ്പർ സബ്സെറ്റ് ഉണ്ട്, അവനെ എന്ത് ചെയ്യണം, കുറച്ച് കളയണം. ഓക്കെ, സോ ഈ 2 ഇക്വേഷൻസ് എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കുക. ഓക്കെ ആണേ? ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ കണ്ടല്ലേ, ഇവിടെ n ഓഫ് എ എത്ര, എ എന്ന് പറയുന്ന സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട്, 3 എലമെന്റ്സ്. സോ n എത്ര, 3. നമ്പർ ഓഫ് സബ്സെറ്റ് എത്ര, 2n. 8 സബ്സെറ്റ് ഉള്ളതല്ലേ, 8 സബ്സെറ്റ് നമ്മൾ ഉണ്ടാക്കിയില്ലേ, 8 സബ്സെറ്റ് നമ്മൾ ഉണ്ടാക്കി. സോ പ്രോപ്പർ സബ്സെറ്റ് എത്ര, ഈ ഒരെണ്ണത്തെയും കുറച്ച് കളഞ്ഞു. ഓക്കെ ആണേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദാണ്ട് അടുത്തൊരു ടൈം നോക്കിക്കോ, പവർ സെറ്റ്. എന്തുവാണ് പവർ സെറ്റ്? പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പവർ സെറ്റിനെ ഞാൻ എന്ത് വിളിക്കും, പവർ സെറ്റിന് ഞാൻ പി എന്ന് പേര് വിളിക്കുമെന്ന് വിചാരിക്കുക, പി എന്ന് പേര് വിളിക്കുക. പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ മക്കളെ ഒന്നുമില്ല, ഈ സബ്സെറ്റുകളെല്ലാം കൂടെ വെച്ച് ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ഒരു സെറ്റ് ഉണ്ടാക്കാൻ പോവാ. എന്ത് ചെയ്യാൻ പോവാ, സബ്സെറ്റുകളെല്ലാം വെച്ച് ഞാൻ ഒരു സെറ്റ് ഉണ്ടാക്കാൻ പോവാം. അതായത് എൻ്റെ സബ്സെറ്റുകൾ ആരൊക്കെയായിരുന്നു, 1 എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ടായിരുന്നു, അതേപോലെ 2 എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ടായിരുന്നു, 3 എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ടായിരുന്നു, അതേപോലെ 1,2 എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ടായിരുന്നു, അല്ലയോ? അങ്ങനെ ഇതേപോലുള്ള എൻ്റെ സബ്സെറ്റുകളെല്ലാം കൂടെ വെച്ചുകൊണ്ട് S1നെയും S2നെയും S3യെയും S4നെയും S5നെയും S6നെയും S7നെയും ഒക്കെ വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുക, ഒരു സെറ്റ് ഉണ്ടാക്കുക. അങ്ങനെയാണെങ്കിൽ ആ സെറ്റിനെ വിളിക്കുന്ന പേരാന്ന് തോന്നുന്നു പവർ സെറ്റ്. അതായത് സബ്സെറ്റുകളുടെ എല്ലാം കൂടെ സെറ്റിനെ നമ്മൾ എന്ത് വിളിക്കും, പവർ സെറ്റ്. ഇതിനെ പവർ സെറ്റ് ഓഫ് എന്ത് വിളിക്കാം, പവർ സെറ്റ് ഓഫ് എ എന്ന് വിളിക്കാം. ഇതിനെ എന്ത് വിളിക്കാം, പവർ സെറ്റ് ഓഫ് എ എന്ന് വിളിക്കാം. പവർ സെറ്റ് ഓഫ് എ. പവർ സെറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്തുവാ, എയുടെ സബ്സെറ്റുകളെല്ലാം കൂടെ അടുക്കി പറക്കി ഞാൻ എവിടെ ഉണ്ടാക്കി, ഒരു പുതിയ സെറ്റ് ഉണ്ടാക്കി. അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, പവർ സെറ്റ് ഓഫ് എ. അപ്പോൾ പവർ സെറ്റ് ഓഫ് എയിൽ എത്ര ആൾക്കാർ കാണും, n ഓഫ് പവർ സെറ്റ് ഓഫ് എ. പവർ സെറ്റ് ഓഫ് എയിൽ എത്ര ആൾക്കാർ കാണും, n ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്തുവാ, എ എന്ന് പറയുന്ന സെറ്റിലുള്ള ആൾക്കാരുടെ എണ്ണം. പി ഓഫ് എ, n ഓഫ് പി ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്തുവാ, പി ഓഫ് എ എന്ന് പറയുന്ന പവർ സെറ്റിലുള്ള ആൾക്കാരുടെ എണ്ണം. പവർ സെറ്റ് എത്ര ആൾക്കാർ കാണും, പവർ സെറ്റ് എത്ര ആൾക്കാർ കാണും, പവർ സെറ്റിനകത്തുള്ള ആൾക്കാരാരാ, നമ്മുടെ എയുടെ സബ്സെറ്റുകളാണ്. അപ്പോൾ എത്ര സബ്സെറ്റ് ഉണ്ട് അത്ര ആൾക്കാർ കാണും. എത്ര സബ്സെറ്റ് ഉണ്ടാ ഇവിടെ, 8 സബ്സെറ്റ് ഉണ്ട്, ഇല്ലയോ? അല്ലെങ്കിൽ ജനറലി പറഞ്ഞാൽ എത്ര സബ്സെറ്റ് ഉണ്ട്, 2n സബ്സെറ്റ് ഉണ്ട്. സോ പവർ സെറ്റിൽ എത്ര ആൾക്കാർ കാണും, 2n. n എന്ന് പറഞ്ഞാൽ എന്തുവാ, n എന്ന് പറഞ്ഞാൽ എന്തുവാ, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ. നമ്മുടെ എ എന്ന് പറയുന്ന ഒറിജിനൽ സെറ്റിൽ n ആൾക്കാരുണ്ടെങ്കിൽ
പവർ സെറ്റ് എത്ര വരികയാണ്? 2n. കാരണം എന്താ 2n? പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എ എന്ന് പറയുന്ന ആൾക്കാരുടെ സബ്സെറ്റുകളെല്ലാം കൂടെ വെച്ചുകൊണ്ട് ഉണ്ടാക്കിയ സെറ്റാണ് എന്തോന്ന്? പവർ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പവർ സെറ്റിനകത്ത് എത്ര ആൾക്കാരാണ്? എത്ര സബ്സെറ്റ് ഉണ്ട് അത്ര ആൾക്കാർ കാണും ഇവിടെ പവർ സെറ്റിനകത്ത്. ഓക്കെ ഓക്കെ. അപ്പോൾ എത്ര സബ്സെറ്റ് ഉണ്ട്? 2n സബ്സെറ്റ് ഉണ്ട്. എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ടെങ്കിൽ എത്ര സബ്സെറ്റ് ഉണ്ട്? 2n സബ്സെറ്റ് ഉണ്ട്. അപ്പോൾ പവർ സെറ്റ് ആ സബ്സെറ്റുകളെല്ലാം കൂടെ എടുത്ത് പവർ സെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പവർ സെറ്റിനകത്ത് എത്ര പേര് കാണും? 2n ആൾക്കാർ കാണും. ഓക്കെ ആണേ? ഓക്കെ. സോ ഈ നൊട്ടേഷൻസ് ഒക്കെ ഓർത്ത് ചെയ്യുക. എൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് എന്താ? എയിലുള്ള ആൾക്കാരുടെ എണ്ണം. ഓക്കെ. എൻ ഓഫ് സബ്സെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സബ്സെറ്റുകളുടെ എണ്ണം. ഓക്കെ. അതെത്ര? 2n ആയിരിക്കും. ഓക്കെ ഓക്കെ. സോ പ്രോപ്പർ സബ്സെറ്റ് എന്തോന്ന് മനസ്സിലായി, ഇംപ്രോപ്പർ സബ്സെറ്റ് എന്തോന്ന് മനസ്സിലായി, പവർ സെറ്റ് എന്തോന്ന് മനസ്സിലായി. ഓക്കെ. ഇനി ഒരാളെയും കൂടെ കണ്ടോ, ഓക്കെ. ഒരാളെയും കൂടെ കാണിച്ചു തരാം. ഇതാണ്ടേ സൂപ്പർ സെറ്റ്. ഓക്കെ. സൂപ്പർ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്ട് ഇത്രയേ ഉള്ളൂ. ഞാൻ പറയുകയാണ് എ എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ കണ്ടല്ലോ, എ ഈസ് ഈക്വൽ ടു 1 2 3 എക്സാമ്പിൾ കണ്ടല്ലോ. സോ എ എന്ന് പറയുന്നത് സൂപ്പർ സെറ്റ്. സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതും? ഇങ്ങനെ എഴുതും. അപ്പോൾ സൂപ്പർ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? നേരെ തിരിച്ചെഴുതണം. സോ എ സൂപ്പർ സെറ്റ് ഓഫ് S1 എന്ന് പറഞ്ഞാൽ ശരിയല്ലേ? S1ന്റെ സൂപ്പർ സെറ്റ് ആയിരുന്നു എന്തോന്ന്? എ. കാരണം എയിൽ നിന്ന് ആരെ ഉണ്ടാക്കിയത്? S1 എന്ന് പറയുന്ന സബ്സെറ്റിനെ ഉണ്ടാക്കിയത്. അങ്ങനെ ആണെങ്കിൽ പറയാം S1 എന്ന് പറയുന്നത് എന്താ? S1 എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ആരാ? S1ന്റെ സൂപ്പർ സെറ്റ് ആണെന്ന് പറയാം. ഓക്കെ. ഇനി S1ന് സൂപ്പർ സെറ്റായിട്ട് എ മാത്രമേ ഉള്ളൂ. അവിടാണ് കളി വരുന്നത്. ഇതാ നോക്കിക്കോ മക്കളെ. ഞാൻ ദാണ്ട് ഇവിടെ സൂപ്പർ സെറ്റിനെ പറയാൻ പോവാ. സൂപ്പർ സെറ്റ് ഓക്കെ. S1ന്റെ സൂപ്പർ സെറ്റുകളെ ഞാൻ എഴുതാൻ പോവാ. S1ന്റെ സൂപ്പർ സെറ്റുകളെ ഞാൻ എഴുതാൻ പോവാ. ആരൊക്കെയാണെന്ന് പറയാമോ? S1നകത്ത് ആരുണ്ട്? 1 ഉണ്ട്. ഈ 1നെ എനിക്ക് എവിടുന്നൊക്കെ ഉണ്ടാക്കാം? എയിൽ നിന്നുണ്ടാക്കാം. കാരണം എയ്ക്കകത്ത് എന്ത് കിടപ്പുണ്ട്? ഒരു 1 കിടപ്പുണ്ട്. സോ എയിൽ നിന്ന് എനിക്ക് ഈ S1നെ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. ഇനി അതേപോലെ S4ൽ നിന്ന് എനിക്ക് വേണമെങ്കിൽ ഈ 1 മാത്രം എലിമെന്റ് ആയിട്ടുള്ള ഒരു സബ്സെറ്റ് ഉണ്ടായിക്കൂടെ? ഉണ്ടാക്കാം. അപ്പോൾ S4 എന്ത് തന്നെയാ? സൂപ്പർ സെറ്റ് തന്നെയാണ്. S1ന്റെ സൂപ്പർ സെറ്റ് ആരുണ്ട്? S4 ഉണ്ട്. ഇനി ആ 1 ഉള്ള വേറെ ആരെങ്കിലും ഉണ്ടോ? S5 ഉണ്ട്. സോ S5 എന്ത് തന്നെയാ? S1ന്റെ സൂപ്പർ സെറ്റാണ്. അതുപോലെ വേറെ ആരെങ്കിലും ഉണ്ടോ 1 ഉള്ള? S7 എന്ത് തന്നെയാ? സൂപ്പർ സെറ്റ്. അതേപോലെ എയും എന്ത് തന്നെയാ? സൂപ്പർ സെറ്റ്. അപ്പോൾ മനസ്സിലാക്കിയോ? ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ S1 നോക്കുക. S1 ആരുണ്ട്? ഒരു 1 ഉണ്ട്. 1 ഉള്ള വേറെ ഏത് സെറ്റ് കണ്ടാലും അതെല്ലാം എന്ത് തന്നെയാണ്? അത് S1ന്റെ സൂപ്പർ സെറ്റ് തന്നെയാണ്. അത്ര ആലോചിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ പറ S2ന്റെ സൂപ്പർ സെറ്റ് ആരൊക്കെയാണ്? S2 എന്ന് പറയുന്ന എലമെന്റിന്റെ സൂപ്പർ സെറ്റ് ആരൊക്കെയാണ്? നമുക്കറിയാം 2 ഉള്ള ആരുണ്ട്? S4 ഉണ്ട്. അപ്പോൾ S4 എന്താ? S2ന്റെ സൂപ്പർ സെറ്റാണ്. കാരണം S4ൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യാം? S2 ഉണ്ടാക്കാം. ഓക്കെ. ഇനി 2 ഉള്ള വേറെ ആരുണ്ട്? S6 ഉണ്ട്. അപ്പോൾ S6 എന്ത് തന്നെയാണ്? S2ന്റെ സൂപ്പർ സെറ്റാണ്. വേറെ ആരുണ്ട്? S7 ഉണ്ട്. S7 എന്ത് തന്നെയാണ്? S2ന്റെ സൂപ്പർ സെറ്റാണ്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ S3യുടെ സൂപ്പർ സെറ്റ് നിങ്ങൾ തനിയൊന്ന് പറഞ്ഞു. ഓക്കെ. S3യുടെ സൂപ്പർ സെറ്റ് ഏതൊക്കെയാണ്? പെട്ടെന്ന് പറ. എന്താ നോക്കിയേ? S3യിൽ ആരുണ്ട്? 3 ആ. അപ്പോൾ 3 വരുന്ന വേറെ സെറ്റുകൾ ഏതെന്തോ നോക്കിയാൽ മതി. S5 ഉണ്ട്, സൂപ്പർ സെറ്റാ. S6 ഉണ്ട്, അതും S3യുടെ സൂപ്പർ സെറ്റ്. S7 S3യുടെ സൂപ്പർ സെറ്റ്. ഓക്കെ ആണേ? അപ്പോൾ സൂപ്പർ സെറ്റ് എന്താണ്, പവർ സെറ്റ് എന്താണ്, ഈ കോൺസെപ്റ്റുകളൊക്കെ മനസ്സിലായേ? ഓക്കെ. അതാ നോക്കിയാടാ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ദ സെറ്റ് ഓഫ് ഓൾ ഇറാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ √2 ആൻഡ് √15 ഈസ് ആൻ ഇൻഫിനിറ്റ് സെറ്റ്. അതേപോലെ രണ്ടാമതൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. സെറ്റ് ഓഫ് ഓൾ ഓഡ് ഇൻഡിജേഴ്സ് ലെസ് ദാൻ 1000 ഈസ് എ ഫൈനൈറ്റ് സെറ്റ്. അപ്പോൾ ഇത് ഏത് സ്റ്റേറ്റ്മെന്റാ ശരി, ഏതാ തെറ്റെന്നൊക്കെ നോക്കാം. ഓക്കെ. ഇതാ നോക്കിയേ. ഫസ്റ്റ് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഇറാഷണൽ നമ്പറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തുവാ ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ കേട്ടിട്ടുള്ള ഒരു എക്സാമ്പിൾ ഉണ്ട്. എന്താ? പൈ, ഇ, ഇതൊക്കെ എന്താ? ഇറാഷണൽ നമ്പേഴ്സ്. ഈ നമ്പേഴ്സിൻ്റെ ഒക്കെ പ്രത്യേകത എന്താ? അതാ നോക്കിയാൽ ഞാൻ ഇങ്ങനെ ഒരു നമ്പർ പറയാം. 1.01234125674 അതായത് ഈ നമ്പർ എന്ത് ചെയ്യുക? നെവർ എൻഡിങ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പൊക്കോണ്ടിരിക്കുക. പക്ഷെ ഒരു പാറ്റേൺ ഉണ്ടോ?
1 2 3 4 1 2 5 6 7 അങ്ങനെ പ്രത്യേകിച്ച് ഒരു പാറ്റേൺ ഒന്നുമില്ല. അങ്ങനെ ഒരു പാറ്റേൺ ഒന്നും ഇല്ലാതെ ഈ നമ്പർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഇത് എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടോ? ഇല്ല. ഇങ്ങനത്തെ നമ്പേഴ്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇറാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി വേറെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു നമ്പർ പറയാം 0.3333 ഇങ്ങനെ പോവുക. പക്ഷെ ഇത് ഇറാഷണൽ ആണോ? ഇത് ഇറാഷണൽ അല്ല, ഇത് റാഷണൽ നമ്പർ. കാരണം ഈ പാറ്റേൺ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പാറ്റേൺ ആണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. കണ്ടോ, ഒരു 3 എന്ത് ചെയ്യുന്നത്? റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. ശരിയാ, നെവർ എൻഡിങ് ഇത് എന്ത് ചെയ്യുന്നില്ല, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. പക്ഷേ ഒരു പാറ്റേൺ വെച്ചാൽ ഇത് എന്ത് ചെയ്യുന്നത്? റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. അത് എന്തല്ല? ഇറാഷണൽ അല്ല. പക്ഷെ ഒരു പാറ്റേണും ഇല്ലാതെ, ഒരു അനുസരണയും ഇല്ലാതെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണെങ്കിൽ അവനെ നമ്മൾ എന്ത് വിളിക്കും? ഇറാഷണൽ എന്ന് വിളിക്കും. ഓക്കെ ആണോ? ഓക്കെ. സോ ഇങ്ങനെയുള്ള നമ്പേഴ്സ് ആണ് എന്തോന്ന്? ഇറാഷണൽ നമ്പേഴ്സ്. നെവർ എൻഡിങ് ആയിരിക്കും, ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഇനി എത്ര ഇറാഷണൽ നമ്പേഴ്സ് ഉണ്ട്? ഞാൻ പറയാം. നമ്മുടെ നമ്പർ ലൈൻ എടുക്കുക. ഇത് 1 എന്ന് പറയുന്ന നമ്പർ, ഇത് 2 എന്ന് പറയുന്ന നമ്പർ. നമ്പർ ലൈൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മുടെ റിയൽ നമ്പേഴ്സിനെ എല്ലാം കൂടെ അടുക്കിയിട്ടേക്കുന്ന നമ്പറാണ് എന്ത് വിളിക്കുന്നത്? നമ്പർ ലൈൻ എന്ന് വിളിക്കുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതാ നോക്കിയാൽ 1നും 2നും ഇടയ്ക്ക് എത്ര ഇറാഷണൽ നമ്പർ ഉണ്ട്? ഞാൻ പറയാം, എനിക്ക് വേണമെങ്കിൽ 1നും 2നും ഇടയ്ക്കുള്ളൊരു നമ്പർ അതാണ്ട് ഞാൻ ഈ എഴുതിയ നമ്പർ. എനിക്ക് അങ്ങനെ ഒരു നമ്പർ എഴുതിക്കൂടെ? എഴുതാം. എനിക്ക് വേണമെങ്കിൽ വേറൊരു നമ്പർ എഴുതാം. 1.98743120157. അങ്ങനെ എനിക്ക് വായി തോന്നുന്ന എല്ലാം വെച്ച് എനിക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഒരു നമ്പർ എഴുതാം. അതും എവിടെ ഉള്ളതാ? 1നും 2നും ഇടയ്ക്കുള്ളതാ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഒരു നമ്പർ ഉണ്ടാക്കി അങ്ങ് എഴുതിക്കൂടെ? നിങ്ങൾക്ക് തോന്നുന്ന നമ്പേഴ്സ് എല്ലാം ഇങ്ങനെ എടുത്ത് വെച്ച് ഒരു നമ്പർ അങ്ങ് ഉണ്ടാക്കിക്കൂടെ? ഉണ്ടാക്കാം. സോ 1നും 2നും ഇടയ്ക്ക് എത്ര ഇറാഷണൽ നമ്പർ ഉണ്ട്? എനിക്ക് തോന്നുന്ന ഏത് നമ്പർ എഴുതിയാലും അത് പുതിയൊരു നമ്പർ അല്ലയോ? ആണ്. സോ 1നും 2നും ഇടയ്ക്ക് എത്ര ഇറാഷണൽ നമ്പർ ഉണ്ട്? ഇൻഫിനിറ്റ് ഇറാഷണൽ നമ്പേഴ്സ് ഉണ്ട്. എനിക്ക് ഇഷ്ടമുള്ള ഇറാഷണൽ നമ്പർ എനിക്ക് എന്ത് ചെയ്യാം? 1നും 2നും ഇടയ്ക്ക് എഴുതാം അല്ലേ? ഇനി 1നും 1.1നും ഇടയ്ക്കോ? 1നും 1.1നും ഇടയ്ക്ക് എത്ര ഇറാഷണൽ നമ്പർ ഉണ്ട്? അവിടെ എനിക്ക് തോന്നുന്നത് എഴുതാടേ. നോക്കിയേ 1.0 1 2 4 5 7 8 ഇങ്ങനെ എന്തെങ്കിലും എഴുതിക്കൂടെ? എഴുതാം. ശരിക്കും പറഞ്ഞാൽ 2 പോയിന്റിനിടയ്ക്ക് എനിക്ക് ഇഷ്ടമുള്ള നമ്പർ ചേർത്ത് എനിക്ക് എന്ത് ചെയ്യാം? ഒരു ഇറാഷണൽ നമ്പർ ഉണ്ടാക്കാൻ പറ്റും ഇല്ലയോ? സോ റിയൽ നമ്പർ ലൈനിൻ്റെ ഏതേലും 2 പോയിന്റുകളുടെ ഇടയ്ക്ക് എത്ര ഇറാഷണൽ നമ്പർ ഉണ്ട്? ഇൻഫിനിറ്റ് ഇറാഷണൽ നമ്പേഴ്സ് ഉണ്ട്. എത്ര റാഷണൽ നമ്പർ ഉണ്ട്? അതും ഇൻഫിനിറ്റ് റാഷണൽ നമ്പർ ഉണ്ട് അല്ലേ? സോ നിങ്ങൾ ഇത്ര ആലോചിക്കുക. ഒരു നമ്പർ ലൈൻ എടുക്കുക. ആ നമ്പർ ലൈനിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു 2 പോയിന്റ്, നമ്പർ ലൈനിലെ ഏതെങ്കിലും 2 പോയിന്റ് എടുക്കുക. ആ 2 പോയിന്റിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എത്ര നമ്പേഴ്സ് വേണമെങ്കിലും ഇൻസേർട്ട് ചെയ്യാം. ഏത് ടൈപ്പ് നമ്പേഴ്സ് വേണമെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ആണേ? ഓക്കെ. സോ ഇത്രയും മനസ്സിലാക്കുക. 2 നമ്പറുകൾ തന്നിട്ടുണ്ടെങ്കിൽ ആ 2 നമ്പറുകളുടെ ഇടയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇൻഫിനിറ്റ് ഇറാഷണൽ നമ്പേഴ്സിന് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇൻഫിനിറ്റ് റാഷണൽ നമ്പേഴ്സിന് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ഒരു പ്രശ്നമില്ല. ഓക്കെ. ഒരു റാഷണൽ നമ്പർ ആഡ് ചെയ്യാം. 1നും 1.1നും ഇടയ്ക്ക് ഞാനൊരു റാഷണൽ നമ്പറിനെ ആഡ് ചെയ്യാൻ പോവാം. 1നും 1 ഇടയ്ക്കുള്ള റാഷണൽ നമ്പർ 1.01 അല്ലെങ്കിൽ 1.001 അല്ലെങ്കിൽ 1.002. ഇതെല്ലാം എന്താ? റാഷണൽ നമ്പേഴ്സാണ്. സോ ശരിക്കും പറഞ്ഞാൽ 2 നമ്പേഴ്സിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇഷ്ടമുള്ള അത്രയും നമ്പേഴ്സിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. അതാണ് സത്യം. ഓക്കെ ആണോ? ഓക്കെ. സോ അപ്പം പറ, √12നും √15നും ഇടയ്ക്ക് എത്ര ഇറാഷണൽ നമ്പർ ഉണ്ട്? എത്ര ഇറാഷണൽ നമ്പർ വേണമെങ്കിലും ആഡ് ചെയ്തുകൂടെ? എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. 1നും 2നും ഇടയ്ക്ക് തന്നെ ഇൻഫിനിറ്റ് ആണ് ആൾക്കാരെ ആഡ് ചെയ്യുക. അതായത് 2 പോയിന്റ്സ്, റിയൽ നമ്പർ ലൈനിൻ്റെ 2 പോയിന്റ്സിനിടയ്ക്ക് എനിക്ക് എത്ര നമ്പേഴ്സിന് വേണമെങ്കിലും എന്ത് ചെയ്യാം? ഇതുപോലെ ആഡ് ചെയ്തുകൂടെ? ചെയ്യാൻ പറ്റും. സോ ഇത് ശരിയാണോ? സ്റ്റേറ്റ്മെൻറ്റ് 1 ശരിയാണോ? സ്റ്റേറ്റ്മെൻറ്റ് 1 ശരിയാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താ പറഞ്ഞിരിക്കുന്നത്? ദ സെറ്റ് ഓഫ് ഓൾ ഓഡ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ 1000 ഈസ് എ ഫൈനൈറ്റ് സെറ്റ്. അതായത് നമ്മുടെ നമ്പർ ലൈൻ എടുക്കുക. ഇവിടെ ഒരു 1000 ഉണ്ട്. 1000ന് താഴോട്ടുള്ള ഓഡ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്ന സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫൈനൈറ്റ് സെറ്റാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ? അല്ല. 1000ന് താഴെയുള്ള ഓഡ് ഇൻറ്റിജേഴ്സ് കുറേ ഓഡ് നമ്പർ ഉണ്ട്. 0. ഓക്കെ, 1 വരെ ഉണ്ടെന്ന് വിചാരിക്കുക. ഇനി 0 ഒരു ഓഡ് നമ്പർ അല്ല, ഓടും അല്ല, ഈവനും അല്ല. സോ 0 ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്തതേ ഉള്ളൂ. 0 1 അല്ല, ഓടും അല്ല, ഈവനും അല്ല. ഇനി ഒരു -1 ഉണ്ട്. ഇങ്ങോട്ട് വന്നാൽ ഒരു -3 ഉണ്ട്. ഇങ്ങോട്ട് പൊക്കൂടെ? -5 -7 ഇതെല്ലാം എന്താ? ഓഡ് ഇൻറ്റിജേഴ്സ് അല്ലേ? ആണ്. സോ ശരിക്കും പറഞ്ഞാൽ ഇത് എൻഡ് ചെയ്യുന്നുണ്ടോ? ഇങ്ങോട്ട് നെഗറ്റീവ് ഇൻഫിനിറ്റി വരെ എന്ത് ചെയ്യാം? പോകാൻ പറ്റും. സോ അതൊരു ഫൈനൈറ്റ് സെറ്റ് ആണോ? അല്ല. അതൊരു ഫൈനൈറ്റ് സെറ്റ് ആണോ? അല്ല. ദ സെറ്റ് ഓഫ് ഓൾ ഓഡ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ 1000 എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണോ? അല്ല. കാരണം -3 -5 -7 -11 അങ്ങനെ ഇങ്ങോട്ട് എത്ര വേണമെങ്കിലും പോകാം അല്ലേ? സോ ഇതെന്താ? ഇത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്തുവാ? 1 മാത്രമേ ശരിയായിട്ടുള്ളൂ അല്ലയോ? സോ 1 മാത്രമേ ശരിയായിട്ടുള്ളൂ. സോ സ്റ്റേറ്റ്മെൻറ്റ്
1 മാത്രമേ ശരിയായിട്ടുള്ള ഓപ്ഷൻ എ ആയിരിക്കും എന്തോന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ ഓക്കെ. ഇനി ഇതാ നോക്കിക്കോ, ഞാൻ ആ നമ്പർ ലൈൻ ഒന്ന് പരിചയപ്പെടുത്തരാം. അതാണ്ട് ഇത് നമ്മുടെ നമ്പർ ലൈൻ. ഓക്കെ, ഇത് നമ്മുടെ നമ്പർ ലൈനാണെന്ന് വിചാരിക്കുക. 0 1 2 3 അങ്ങോട്ട് പോവാം. 1 2 3 4 5 6 അങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം കൂടെ ഞാൻ എന്ത് വിളിക്കും? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വിളിക്കും. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? 1 2 3 4 അങ്ങനെ പോകും. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റ് എന്തായിരിക്കും? ഒരു ഇൻഫിനിറ്റ് സെറ്റ് ആയിരിക്കും. ഇനി ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? ഒന്നുമില്ല, ഈ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കൂടെ ആരും കൂടെ വരും? 0യും കൂടെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതെന്തായി? ഹോൾ നമ്പറായി. ഇനി ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആരുണ്ട്? ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ ആണ്ട് -1 -2 -3 അങ്ങനെയുള്ള ആൾക്കാരും കൂടെ വരും. സോ അവന്മാരെയും കൂടെ ചേർത്ത് നമ്മൾ എന്ത് വിളിക്കും? ഇൻഡിജേഴ്സ് എന്ന് വിളിക്കും. ഓക്കെ ആണോ? ഓക്കെ. ഇനി ഇൻഡിജേഴ്സിനകത്തോട്ട് എന്ത് വരും? P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ്, അതായത് 0.5, അതായത് 1/2, 0.333 നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ 0.45, അതായത് പോയിന്റ് സംഖ്യകൾ 1.5 അല്ലെങ്കിൽ 2.5 2.7 2.8 ഇങ്ങനെയുള്ള ഫ്രാക്ഷൻസ് ഒക്കെ വരത്തില്ലേ? സോ അങ്ങനത്തുള്ള നമ്പേഴ്സിനെല്ലാം കൂടെ ചേർത്ത് നമ്മൾ എന്ത് വിളിക്കും? റാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കും. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഇത് കണക്ക് പോയിന്റ് സംഖ്യകളാണ്, പക്ഷെ നെവർ എൻഡിങ് ആയിട്ട് ഒരു പാറ്റേൺ ഒന്നും ഇല്ലാതെ റിപ്പീറ്റ് ചെയ്ത് പോകുകയാണെങ്കിൽ എന്ത് വിളിക്കും? അതിനെ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കും. സോ ഈ റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സും ഇവന്മാരും എല്ലാം കൂടെ ചേർന്ന് നമ്മൾ ആരെ ഉണ്ടാക്കി? നമ്മൾ റിയൽ നമ്പേഴ്സിനെ ഉണ്ടാക്കി. റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റിനകത്ത് ആരൊക്കെ ഉണ്ട്? എല്ലാവരും ഉണ്ട്. ഓക്കെ, സോ റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബേസിക്കായിട്ട് പഠിക്കുന്നതിന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല, പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തതാ, ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താ നിൽക്കുന്നത്? S is equal to x² + 1 is equal to 0. x is real, then S എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമുക്കറിയാം S എന്ന് പറയുന്ന സെറ്റ് തന്നിട്ടുണ്ട്. ഇത് എന്തൊരു ഫോമിലാണ് തന്നിരിക്കുന്നത്? സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിരിക്കുന്നത്. സെറ്റ് ബിൽഡർ ഫോം ആണെങ്കിൽ നമ്മൾ എന്തോ ആക്കാം? നമുക്ക് അതിൻ്റെ റോസ്റ്റർ ഫോം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, S is equal to x such that x² + 1 is equal to എന്താ? 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. x² + 1 is equal to 0 എന്ന് പറഞ്ഞാൽ x എന്താകും? ഈ എസിനകത്തുള്ളതെല്ലാം എന്താ? എക്സുകളാണ്. ആ എക്സ് ഡയറക്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്താ? x² + 1 എന്താവണം? 0 ആവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് x² + 1 is equal to 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ x² is equal to -1 ആണ്. അങ്ങനെയാണെങ്കിൽ x is equal to ± √(-1) ആണ്. അതായത് ± എന്താണ്? i ആണ്. ഓക്കെ ആണോ? √-1 എന്ന് പറഞ്ഞാൽ എന്താ? കോംപ്ലക്സ് നമ്പർ, അതെന്താ? i ആണ്. അപ്പോൾ എക്സിൻ്റെ പോസിബിൾ ആയിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ +i അല്ലെങ്കിൽ എന്താ? -i. പക്ഷേ അത് നമുക്കറിയാം അതെന്തൊരു നമ്പറാണ്? അതൊരു കോംപ്ലക്സ് നമ്പറാണ്. ഇനി പറഞ്ഞിട്ടുണ്ട് എക്സ് ഈസ് എന്താ? റിയൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ് ഈസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? റിയൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ? എക്സ് ഈസ് റിയൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം റിയൽ ആണെങ്കിൽ ഈ സെറ്റിനകത്ത് ആരെങ്കിലും കാണൂ? ആരും കാണത്തില്ല. കാരണം എന്താ? ഇത് നമുക്ക് കിട്ടുന്ന എക്സ് എന്താ? കോംപ്ലക്സാ. പക്ഷേ എടുത്ത് പറഞ്ഞിട്ടുണ്ട് എക്സ് എന്താ? ഈ സെറ്റിനകത്ത് വരേണ്ട എക്സ് എന്താ? റിയൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതെങ്കിലും റിയൽ വാല്യൂ ഉണ്ടോ? ഒരു റിയൽ വാല്യൂ ഇല്ല. അതായത് ഈ സെറ്റിനകത്ത് എന്ത് കാണത്തില്ല? ആരും കാണത്തില്ല. ഈ സെറ്റിനകത്ത് എന്ത് ചെയ്യത്തില്ല? ആരും കാണത്തില്ല. അപ്പോൾ ഇത് എന്തൊരു സെറ്റായിരിക്കും? ഇതൊരു നൾ സെറ്റ് ആയിരിക്കും. ഇതെന്തൊരു സെറ്റായിരിക്കും? നൾ സെറ്റ് ആയിരിക്കും. ഈ ടോട്ടൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒറ്റ ആൾ പോലും ഇല്ല. ഇവിടം വരെ ഉള്ളായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നമുക്ക് +or- ഈ സെറ്റിനകത്ത് ഇടായിരുന്നു. പക്ഷേ ആ സെറ്റിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താ? അതെന്തുവാ? അത് റിയൽ നമ്പർ ആണെന്ന്. അതായത് അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഇത്രയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആരെങ്കിലും ഒരാളുണ്ടോ? ആരുമില്ല. സോ ഇതെന്തൊരു സെറ്റായിരിക്കും? ഒരു നൾ സെറ്റ് ആയിരിക്കും. അപ്പം നൾ സെറ്റ് എന്ന് കണ്ടിട്ട് ഈ ഓപ്ഷൻ കയറി കറപ്പിക്കരുത്. ഇതെന്താ? ഇത് സെറ്റ് 0യാ. ആ സെറ്റിനകത്തുള്ള എലമെൻ്റ് ആരാ? 0യാ. നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തില്ല? ആ സെറ്റിനകത്ത് ആരുമില്ല. ഓക്കെ, അപ്പം അങ്ങനത്തെ ഉള്ള കൺഫ്യൂഷനും കുഞ്ഞു മിസ്റ്റേക്ക് ഒന്നും ഉണ്ടാക്കല്ലേ. ഓക്കെ, സോ ഇതെന്തൊരു സെറ്റായിരിക്കും? ഇതൊരു എം ടി സെറ്റായിരിക്കും. ഇതെന്തൊരു സെറ്റായിരിക്കും? ഇതൊരു എം ടി സെറ്റായിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും എന്തോന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്തതാണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. എന്താ നോക്കിയേ? കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. ദ നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. നമ്മൾ പഠിച്ചായിരുന്നു, ഫസ്റ്റ് കണ്ടായിരുന്നില്ലയോ? നൾ സെറ്റ് എന്ന് പറയുന്നത് എന്താ? എല്ലാ സെറ്റുകളുടെയും ഒരു സബ്സെറ്റാണ്. ഇനി എവരി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. അതും നമ്മൾ കണ്ടായിരുന്നു. അങ്ങനെയുള്ള സെറ്റിനെ നമ്മൾ വേറൊരു പേര് വിളിച്ചു. എന്തുവായിരുന്നു ആ പേര്? ഇംപ്രോപ്പർ സെറ്റ്, ഇല്ലയോ? ഇംപ്രോപ്പർ സെറ്റ്, ഇംപ്രോപ്പർ സബ്സെറ്റ്.
Okay. If a set has 10 elements, then its power set will have 1024 elements. ഓക്കെ, അപ്പോൾ ഒരു സെറ്റിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട്? n എലമെന്റ്സ് ഉണ്ടെന്ന് പറയും. ഒരു സെറ്റിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട്? 10 എലമെന്റ്സ്. ഇവിടെ എത്ര പറഞ്ഞത്? 10 എലമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞേക്കുക. അങ്ങനെയാണെങ്കിൽ പറ, എത്ര സബ്സെറ്റ് ഉണ്ടാക്കാം? 2 raised to 10. 2 raised to 10 എത്ര? പഠിച്ചു വെച്ചു, 1024. 2 raised to 10, ഈ വാല്യൂവും കൂടെ ഓർത്ത് വെച്ചോ. ഈ വാല്യൂ എപ്പോഴും നമുക്ക് ആവശ്യം വരുന്നതാണ്. ഈ വാല്യൂ ഓർത്ത് വെച്ചോ. 2 raised to 10 എത്ര ആയിരിക്കും? 1024 ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ. സോ എലമെന്റ്സ് അത് ശരിയല്ലേ? 1024 എലമെന്റ്സ് കാണും. കാരണം നമ്പർ ഓഫ് സബ്സെറ്റ് എത്ര? ഇത്രയും സബ്സെറ്റുകളെ എടുത്ത് വെച്ചാൽ ഞാൻ എന്തോ ഉണ്ടാക്കുന്നത്? പവർ സെറ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, നമ്മൾ പഠിച്ചായിരുന്നല്ലയോ പവർ സെറ്റിന്റെ ഉള്ള എലമെന്റ്സിന്റെ എണ്ണം. നമ്പർ ഓഫ് പവർ സെറ്റ് ഓഫ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 raised to n ആയിരിക്കും. അതായത് അത് എന്തിന് ഈക്വൽ ആയിരിക്കും? നമ്പർ ഓഫ് സബ്സെറ്റ്സിന് ഈക്വൽ ആയിരിക്കും അല്ലേ? നമ്മൾ തിയറി പാർട്ടിൽ നമ്മൾ കണ്ടതായത്. ഓക്കെ ആണോ? ഓക്കെ, ഇതെല്ലാം എൻ ഡിക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. സോ നോക്കിയേ, വിച്ച് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്? ഏത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്? 1ഉം 2ഉം 3ഉം ശരിയാ. സോ 1, 2 and 3 ശരിയാ. ഓപ്ഷൻ ഡി ആയിരിക്കും എന്തോന്ന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നോക്കാം. Consider the following statements. The set of all irrational numbers between √2 and √5. കണ്ടോ, നേരത്തെ ചോദിച്ചാൽ അതേപോലൊരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്തേക്കുക? റിപ്പീറ്റ് ചെയ്തേക്കുക. സോ √2നും √5നും ഇടയ്ക്കുള്ള ഇറാഷണൽ നമ്പേഴ്സിന്റെ എണ്ണം എത്ര? ഇൻഫിനിറ്റാ. കാരണം എന്താ? രണ്ട് നമ്പേഴ്സ് വേണമെന്നില്ല, 2 പോയിന്റിന്റെ ഇടയ്ക്ക് എനിക്ക് എന്ത് ചെയ്യാം? ഇഷ്ടമുള്ള അത്രയും നമ്പർ എനിക്ക് എന്ത് ചെയ്യാം? ശരിക്കും പറഞ്ഞാൽ തിരികെ കയറ്റാൻ പറ്റും അല്ലയോ? നമ്മൾ നേരത്തെ കണ്ടായിരുന്നു ഒരു 1, ഇതൊരു 1.1 ആണെന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെ അത് ഈ 1നും 1.1 ഇടയ്ക്കും എനിക്ക് എന്ത് ചെയ്യാം? എത്ര നമ്പർ വേണമെങ്കിലും തിരികെ കയറ്റാം. സോ 1.0, 1, 2, 4, 5, 1, 2, 3, 7 ഇങ്ങനെ ഏതെങ്കിലും ഒരു നമ്പർ എഴുതാം. കാരണം ഒരു 0 കൂടെ മുന്നിൽ ഇട്ടാൽ മതി. അത് 1.1-നെക്കാട്ടും ചെറുതുമായിരിക്കും, 1-നേക്കാൾ മുകളിലുമായിരിക്കും. അങ്ങനെ എത്ര നമ്പർ, ഇൻഫിനിറ്റ് നമ്പേഴ്സ് എനിക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്തിടാം. സോ ശരിക്കും പറഞ്ഞാൽ √2നും √5നും ഇടയ്ക്ക് എത്ര ഇറാഷണൽ നമ്പർ ഉണ്ട്? ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, പ്രത്യേകിച്ച് ഒരു പാറ്റേൺ ഒന്നും ഇല്ലാതെ ഇങ്ങനെ എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. അവന്മാരെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇറാഷണൽ. സോ എത്ര ഇറാഷണൽ ഉണ്ട്? ഇൻഫിനിറ്റ് ഉണ്ട്. ഇൻഫിനിറ്റ് എണ്ണം ഉണ്ട്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, സെറ്റ് ഓഫ് ഓൾ ഓഡ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ 100 ഈസ് എ ഫൈനൈറ്റ് സെറ്റ്. ആണോ? ഫൈനൈറ്റ് അല്ല. അതെന്താ? ഇൻഫിനൈറ്റാണ്. കാരണം എന്താ? 100-ൽ താഴെയുള്ള ഓഡ് നമ്പർ, നെഗറ്റീവ് ഓഡ് നമ്പേഴ്സ് അങ്ങോട്ടും കിടക്കുക. സോ അവിടെ ഒന്നും എവിടെ നിൽക്കണമെന്ന് പറഞ്ഞില്ല. 100-ന് മേളിലാവല്ലെന്ന് പറഞ്ഞുള്ളൂ. പക്ഷേ ഇങ്ങോട്ട് വന്ന് നെഗറ്റീവ് നമ്പേഴ്സ് ഇനി അങ്ങോട്ട് എന്ത് ചെയ്യുക? കിടക്കുക. ഓക്കെ, സോ അതെന്തിനായിരിക്കും? അതൊരു ഇൻഫിനിറ്റ് സെറ്റ് ആയിരിക്കും. സോ ഈ സ്റ്റേറ്റ്മെന്റ് എന്താ? തെറ്റാ. അപ്പോൾ ഏതേ ഉള്ളൂ ശരി? 1 ഓൺലി. ഓക്കെ. അടുത്തെന്താ? ലെറ്റ് S is equal to 2, 4, 6, 8 etc. up to 20. What is the maximum number of subset does S have? അപ്പോൾ S കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സബ്സെറ്റുകളുടെ എണ്ണം ചോദിച്ചിരിക്കുന്നത്. മാക്സിമം നമ്പർ ഓഫ് സബ്സെറ്റ്. ഓക്കെ, ഞാൻ പറഞ്ഞ ഇതെല്ലാം എന്ത് ചെയ്തേക്കുന്ന, ഇതെല്ലാം നമ്മുടെ ഇന്ത്യയിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ കേട്ടോ. സോ 2, 4, 6, 8 etc. up to എവിടെ വരെ ഉണ്ട്? 20 വരെ ഉണ്ട്. വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് സബ്സെറ്റ് ഡസ് എസ് ഹാവ്? എസ്സിന് ഉണ്ടാക്കാൻ പറ്റിയ മാക്സിമം നമ്പർ ഓഫ് സബ്സെറ്റ് എത്ര എലമെന്റ്സ് ഉണ്ട് ഇതിനകത്ത്? 2, 4, 6, 8, 10. അതുപോലെ 12, 14, 16, 18, 20. എത്ര എണ്ണം ഉണ്ട്? 10 നമ്പേഴ്സ് ഉണ്ട്. നമ്മുടെ എത്ര സബ്സെറ്റുകളുണ്ട്? എത്ര എലമെന്റ്സ് ഉണ്ട് ഇതിനകത്ത്? 10 എലമെന്റ്സ് ഉണ്ട്. കാരണം ഈവൻ നമ്പേഴ്സ് അല്ലേ ഉള്ളത്? ഈവൻ നമ്പേഴ്സേ ഉള്ളൂ. 1-നും 20-നും എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ട്? 10 ഈവൻ നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, സോ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സെറ്റ് എത്ര? n ഈസ് ഈക്വൽ ടു നമുക്ക് എത്രയാണെന്ന് മനസ്സിലായി? 10 മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ പറ, സബ്സെറ്റുകളുടെ എണ്ണം എത്ര? സബ്സെറ്റുകളുടെ എണ്ണം 2 raised to n, which is equal എത്ര? 2 raised to 10. 2 raised to 10-ന്റെ വാല്യൂ ഞാൻ പഠിച്ചു വെച്ചേക്കണം. എത്ര? 1024. സോ ഇവിടുത്തെ ഓപ്ഷൻ എന്തായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ലെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3 etc. up to 10 ഉണ്ട്. Then the number of subset of A containing 2 or 3 elements. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് 1 മുതൽ 10 വരെയുള്ള ആൾക്കാരെ വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാം? കുറേ സബ്സെറ്റുകൾ ഉണ്ടാക്കാം. എത്ര സബ്സെറ്റ് ഉണ്ടാക്കാം? 2 raised to 10 സബ്സെറ്റ് ഉണ്ടാക്കാം. നമ്മൾ പഠിച്ചായിരുന്നല്ലയോ? എത്ര? 2 raised to 10 എലമെന്റ്സ് അല്ലേ ഉള്ളത്? 10 എലമെന്റ്സ്. സോ 2 raised to 10 സബ്സെറ്റ്സ് ഉണ്ടാക്കാം. ഓക്കെ, ഈ സബ്സെറ്റുകളിൽ കുറേ സബ്സെറ്റുകളിൽ എന്ത് ചെയ്യും? ഒരാളെ കാണത്തുള്ളൂ. 1 മാത്രം വെച്ചിട്ടുള്ളത്, 2 മാത്രം വെച്ചിട്ടുള്ളത്, 3 മാത്രം വെച്ചിട്ടുള്ളത്. ഇനി ചില സബ്സെറ്റുകൾ എന്ത് ചെയ്യാം? 2 പേര് കാണും. 1, 2.
2 3 അല്ലെങ്കിൽ 3 4 അല്ലെങ്കിൽ 1 3 അല്ലെങ്കിൽ 1 5 അങ്ങനെ 2 എലമെന്റ്സ് മാത്രമുള്ള സബ്സെറ്റും കാണാം. ഇനി എന്ത് ചെയ്യാം, 3 എലമെന്റ്സ് മാത്രമുള്ള സബ്സെറ്റുകളും ഉണ്ടായിരിക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചേക്കുന്നത് എത്ര നമ്പർ ഓഫ് സബ്സെറ്റുകളിൽ 2 എലമെന്റോ അല്ലെങ്കിൽ 3 എലമെന്റോ ഉള്ള എത്ര സബ്സെറ്റുകൾ കാണും. അതായത് 2 എലമെന്റ് ഉള്ള കുറേ സബ്സെറ്റുകൾ കാണുമല്ലോ, 2 എലമെന്റ്സ് ഉള്ള കുറേ സബ്സെറ്റുകൾ കാണും. അതേപോലെ 3 എലമെന്റ്സ് ഉള്ള കുറേ സബ്സെറ്റുകൾ കാണും. അങ്ങനെ 2 എലമെന്റ്സ് ഉള്ള എത്ര സബ്സെറ്റ് ഉണ്ട്, അതേപോലെ 3 എലമെന്റ്സ് ഉള്ള എത്ര സബ്സെറ്റ് ഉണ്ട്, ഇത് രണ്ടും കൂടെ കൂട്ടി 2 3 എലമെന്റ്സ് ഉള്ള എത്ര നമ്പർ ഓഫ് സബ്സെറ്റുകൾ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇത് സെറ്റിനകത്തുള്ള ഒരു പ്രോബ്ലം അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബൈനോമിയൽ എക്സ്പാൻഷനുമായിട്ട് റിലേറ്റ് ചെയ്തൊരു പ്രോബ്ലമാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിനകത്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്ത് അതുകൂടെ ഒന്ന് പഠിക്കാം. ഓക്കെ മക്കളെന്താ നോക്കിക്കേ, ഇത്രയേ ഉള്ളൂ, എളുപ്പമാണ്, സംഭവം സിമ്പിളാണ്, വളരെ വളരെ സിമ്പിളാണ്. നമ്മുടെ ഈ എത്ര എലമെന്റ്സ് ഉണ്ട്, ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഈ ടൈപ്പ് പ്രോബ്ലം വന്നാൽ ഏത് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ 2 എലമെന്റ്സ് ഉള്ള സബ്സെറ്റുകൾ എത്ര ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. നമ്മുടെ ഈ മൊത്തം എത്ര ആൾക്കാരുണ്ട് സെറ്റിനകത്ത്? 10 ആൾക്കാരുണ്ട്. നമ്മുടെ എത്ര ആൾക്കാരുണ്ട്? 10 ആൾക്കാരുണ്ട്. ആ 10 എണ്ണത്തിൽ നിന്ന് എത്ര പേരെ എടുക്കണം? 2 പേരെ എടുക്കണം. എത്ര പേരെ എടുക്കണം? 2 പേരെ എടുക്കണം, അല്ലയോ? 2 എലമെന്റ്സ് ഉള്ള സബ്സെറ്റുകൾ ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 10 എണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും 2 പേരെ എടുക്കണം. ഒന്നുകിൽ 1നെ 2നെ എടുക്കാം, അല്ലെങ്കിൽ 1നെ 3നെ എടുക്കാം, അല്ലെങ്കിൽ 4നെ 5നെ എടുക്കാം. അങ്ങനെ ഏതെങ്കിലും 2 പേരെ എടുക്കണം. ഇത് നമ്മളിങ്ങനെ പറയുമല്ലോ, 10 എണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും 2 പേരെ എടുക്കണം എന്ന് പറയുമല്ലോ. ആ പറയുന്നതിന് മാത്തമാറ്റിക്കലി പറയുന്നതാണ് 10C2. 10 എണ്ണം ഉണ്ട്, 10 എണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും 2 പേര് എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക, ഏതെങ്കിലും 2 പേരെ എടുക്കുക. സോ 10C2. 10C2 എന്ന് പറഞ്ഞാൽ എത്ര? 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 10 മൈനസ് 2 എത്ര? 10 മൈനസ് 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ വിച്ച് ഈസ് ഈക്വൽ ടു 10 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എത്ര? അത് 10 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 10 മൈനസ് 2 എത്ര? 8 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ വിച്ച് ഈസ് ഈക്വൽ ടു 10 ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ എഴുതാം? 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഫാക്ടോറിയൽ എന്ന് എഴുതാം. സോ ഇത് 8 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. 8 ഫാക്ടോറിയൽ എന്ത് ചെയ്യും? കട്ട് ചെയ്ത് പോകും. സോ 90 ഡിവൈഡ് ബൈ 2 എത്ര കിട്ടും? 45 കിട്ടും. എത്ര കിട്ടും? 45 കിട്ടും. ഓക്കെ ഇല്ലയോടാ? ഓക്കെ. സോ അങ്ങനെ നോക്കിക്കേ, 3 എലമെന്റ്സ് ഉള്ള എത്ര സബ്സെറ്റുകളുണ്ട്? ഇതേപോലെ 10 പേരുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും എന്ത് ചെയ്യണം? 3 പേരെ എടുക്കണം. സോ 10C3. ഓക്കെ ആണോ? ഓക്കെ. സോ ഇതിൽ ഓർഡർ ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ടാണ് C ഉപയോഗിച്ചത്. ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ നമ്മൾ പെർമ്യൂട്ടേഷൻ P ഉപയോഗിച്ചേനെ. ഓക്കെ. സോ ഇവിടെ ഓർഡർ ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്കറിയാം ഒരു സെറ്റിനകത്ത് എനിക്ക് എങ്ങനെ എഴുതാം? 1,2 എന്നും എഴുതാം, 2,1 ഇങ്ങനെ എഴുതിയാലും സെറ്റ് എന്ത് തന്നെ, സെയിം തന്നെ. ഓർഡർ എന്തല്ല, ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ. ഓക്കെ. സോ നോക്കാം. 10C3 എത്ര ഉണ്ട്? 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 10 മൈനസ് 3 എത്ര? 7. സോ 7 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ വിച്ച് ഈസ് ഈക്വൽ ടു 10 ഫാക്ടോറിയൽ നമുക്ക് ഇങ്ങനെ എഴുതാം, 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഓക്കെ, ഇതൊക്കെ അറിയാവുന്നതല്ലയോ? നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിയാവുന്ന കാര്യം, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. ഉറപ്പായിട്ട് നമ്മൾ ബൈനോമിയൽ എക്സ്പാൻഷനും പെർമുട്ടേഷനും കോമ്പിനേഷനും ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? തിയറി ആയിട്ട് നല്ല വൃത്തിക്ക് വേറെ പഠിക്കും. അവിടെ നമുക്ക് വേറെ കൂടുതൽ കുറേ പ്രോബ്ലംസ് എന്ത് ചെയ്യാറുണ്ട്? സോൾവ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇവിടെ ജസ്റ്റ് ഇത് മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ. ഓക്കെ. സോ 10C3 7 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. 7 ഫാക്ടോറിയൽ കട്ട് ചെയ്ത് പോവും. ബാക്കി എന്തുകൊണ്ട്? സോ 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എത്ര? 6 വരും ഇല്ലയോ? അല്ലെങ്കിൽ 3 ഇൻറ്റു 2, 3യും 9ഉം കൂടെ വേണമെങ്കിൽ കട്ട് ചെയ്യാം. സോ 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 2. സോ 3യും 9ഉം കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇതെന്താവും? 3 ആവും. 2ഉം 8ഉം കൂടെ ക്യാൻസൽ ചെയ്യാതെ എന്താവും? 4 ആവും. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ എത്ര കിട്ടി? 3 ഇൻറ്റു 4 12, 12 ഇൻറ്റു 10 120. അപ്പോൾ 120 എണ്ണം 3 എലമെന്റ്സ് ഉള്ള 120 എണ്ണം ഉണ്ട്. അതേപോലെ 2 എലമെന്റ്സ് ഉള്ള 45 എണ്ണം ഉണ്ട്. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 120 45 165. സോ 165 ആൾക്കാർ കാണും. ഓക്കെ ആണോ? ഓക്കെ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ബൈനോമിയൽ എക്സ്പാൻഷൻ നമ്മൾ പഠിക്കും. ഇതാണ് ഇങ്ങനൊരു സാധനം. നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റുകളുടെ എണ്ണം എത്ര? എനിക്കറിയാം. ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ് 10.
സീറോ, അതായത് ഏതെങ്കിലും ഒരാളെ പോലും എടുക്കാതെ എനിക്കൊരു സബ്സെറ്റ് ഉണ്ടാക്കാം. അത് ഏത് സെറ്റാ? നൾ സെറ്റ്. 10 എണ്ണത്തിൽ നിന്ന് ഒരാളെ പോലും എടുക്കാതെ എനിക്കൊരു സബ്സെറ്റ് ഉണ്ടാക്കാം. അതാരാ? നൾ സെറ്റ്. ഇനി 10 എണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാളെ വെച്ച് എനിക്കൊരു സബ്സെറ്റ് ഉണ്ടാക്കാം. ഒന്നുകിൽ 1 മാത്രം, അല്ലെങ്കിൽ 2 മാത്രം, 3 മാത്രം. അങ്ങനെ എത്ര നമ്പർ ഓഫ് വേസ് ഉണ്ട്? 10C1 പ്ലസ് 10C2 പ്ലസ് എക്സെട്രാ അപ് ടു എവിടം വരെ ഉണ്ട്? 10C10 വരെ ഉണ്ട്. ഇതെന്തായിരിക്കും? ഇതെന്ന് പറയുന്നത് 2⁻10 ആയിരിക്കും. ജനറലി NC0 പ്ലസ്, ജനറലി നമുക്ക് വേണമെങ്കിൽ പറയാം NC0 പ്ലസ് NC1 പ്ലസ് NC2 പ്ലസ് എക്സെട്രാ അപ് ടു NCN എന്ന് പറഞ്ഞാൽ എന്താ? ഇത് 2⁻n. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, സോ നോക്കാം അടുത്തൊരു പ്രോബ്ലം നോക്കിയേ. ഓക്കെ മക്കളെ, അതാ നോക്കിയാടാ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ചെയ്തില്ലയോ, നമ്മുടെ ബൈനോമിയൽ എക്സ്പാൻഷൻ, അതേപോലെ നമ്മുടെ കോമ്പിനേഷൻ്റെ ഒരു ഇതും യൂസ് ചെയ്തിട്ട്. സോ അതേപോലെ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ്. പക്ഷേ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ട്രിക്ക് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ഓക്കെ, ആ ട്രിക്ക് എവിടാ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാണ്ടെ ഇങ്ങനെ ഒരു വാക്ക് കാണുക, അറ്റ്മോസ്റ്റ് n എലമെന്റ്സ്. ഓക്കെ, അറ്റ്മോസ്റ്റ് n എലമെന്റ്സ് ഉള്ള സബ്സെറ്റുകൾ കണ്ടുപിടിക്കാൻ പറയുകയാണ്. ഇനി നമ്മളെ തന്നേക്കുന്നത് ഓഡ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉള്ള ഒരു സെറ്റാണ്. ഈ രണ്ട് സാധനം കണ്ടാൽ അപ്പോഴേ കണ്ണും പൂട്ടി നമുക്ക് എന്ത് ചെയ്യാം? ഈ ട്രിക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ചോദിച്ചേക്ക് നോക്കിയേ, എ സെറ്റ് എസ് കണ്ടെയ്ൻസ് 2n+1 എലമെന്റ്സ്. എത്ര എലമെന്റ്സ് തന്നിട്ടുണ്ട്? 2n+1. 2n+1 എന്ന് കണ്ടാൽ അന്നേരം ആലോചിച്ചുകൊള്ളുക, എന്താ പറഞ്ഞേക്കുന്നത്? ഓഡ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? കാരണം ഏതൊരു നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അതെന്തോ ആവും? ഈവനാ. 2 × 1 2, 2 × 2 4, 2 × 3 6. അങ്ങനെ ഏതൊരു നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതെന്തോ ആവും? ഈവൻ നമ്പറാണ്. ഈവൻ നമ്പറിൻ്റെ കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്താൽ എന്തായി പോകും? ഓടായി പോകത്തില്ലയോ? സോ 2n+1 എലമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പറഞ്ഞേക്കുന്നത് എന്താ? പറയാതെ പറഞ്ഞത് എന്താ? അത് എത്ര നമ്പേഴ്സാ? അത് ഓഡ് നമ്പറാന്നാ പറഞ്ഞില്ലയോ? there are 4096 സബ്സെറ്റ് ഓഫ് എസ് വിച്ച് കണ്ടെയ്ൻ അറ്റ്മോസ്റ്റ് n എലമെന്റ്സ്. അപ്പൊ അറ്റ്മോസ്റ്റ് n എലമെന്റ്സ് ഉള്ള എത്ര സബ്സെറ്റുകളുണ്ട്? 4096. അറ്റ്മോസ്റ്റ് n എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? നമ്മൾ തൊട്ട് മുന്നേ കണ്ടതുപോലെ ആലോചിച്ചാൽ മതി. അറ്റ്മോസ്റ്റ് 1 എലമെന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തോ മീനിങ്? ഒറ്റ എലമെന്റ് ഉള്ള സബ്സെറ്റുകളുടെ എണ്ണം. ഓക്കെ ആണോ? ഇനി അറ്റ്മോസ്റ്റ് 3 എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്തുവാ? ഒരു എലമെന്റുകളുള്ള സബ്സെറ്റുകളാവാം, 2 എലമെന്റുകളുള്ള സബ്സെറ്റുകളാവാം. ഇനി അറ്റ്മോസ്റ്റ് എത്രയേ പറ്റത്തുള്ളൂ? 3 എലമെന്റുകളുള്ള സബ്സെറ്റുകളും ആവാം. സോ ഒരു എലമെന്റുകളുള്ള സബ്സെറ്റുകൾ എത്ര എണ്ണം ഉണ്ട്? പ്ലസ് 2 എലമെന്റുകളുള്ള സബ്സെറ്റുകൾ എത്ര ഉണ്ട്? പ്ലസ് 3 എലമെന്റുകളുള്ള സബ്സെറ്റുകൾ എത്ര എണ്ണം ഉണ്ട്? സോ അറ്റ്മോസ്റ്റ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര എലമെന്റ്സ് വരെ പറ്റാവൂ സബ്സെറ്റ്? 3 എലമെന്റ്സ് വരെ പറ്റാവൂ. അങ്ങനെയുള്ള ടോട്ടൽ എത്ര സബ്സെറ്റുകൾ ഉണ്ടെന്ന്. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ തൊട്ട് മുന്നേ കണ്ടൊരു എക്സാമ്പിൾ പറയാം. A is equal to 1,2,3. എൻ്റെ അടുത്ത് ചോദിക്കുക അറ്റ്മോസ്റ്റ് 2 എലമെന്റ്സ് ഉള്ള സബ്സെറ്റുകൾ എത്ര എണ്ണം ഉണ്ടെന്ന് ഞാൻ ചോദിക്കുക. എൻ്റെ അടുത്ത് ചോദിക്കുക അറ്റ്മോസ്റ്റ് 2 എലമെന്റ്സ് ഉള്ള സബ്സെറ്റുകൾ എന്ന് ചോദിക്കുക. അങ്ങനെ പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള സബ്സെറ്റുകൾ ഞാൻ ആരെയൊക്കെ എണ്ണണം? 1 എലമെന്റ് ഉള്ള സബ്സെറ്റുകളെല്ലാം ഞാൻ എണ്ണണം. സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3 ഇവന്മാരെ എണ്ണണം. ഇനി ആരെയും കൂടെ എണ്ണണം? 2 എലമെന്റ്സ് ഉള്ള സബ്സെറ്റുകളെ എണ്ണണം അല്ലയോ? അതായത് 1,2, 2,3, 1,3 ഇവന്മാരെയും കൂടെ ഞാൻ എന്ത് ചെയ്യണം? എണ്ണേണ്ടി വരും. ഓക്കെ ആണോ? സംഭവം മനസ്സിലായോ? ഓക്കെ ഓക്കെ സോ നോക്കാം. അപ്പം ഇവിടെ തന്നേക്കുന്നത് എന്താ? അറ്റ്മോസ്റ്റ് n എലമെന്റ്സ് ഉള്ളത് എത്ര പേരുണ്ട്? 4096 ഉണ്ട്. എത്ര പേരുണ്ട്? 4096 ഉണ്ട്. പക്ഷെ നമുക്കറിയാം അറ്റ്മോസ്റ്റ് n എലമെന്റ്സ് ഉള്ള സബ്സെറ്റുകൾ എന്ന് പറഞ്ഞാൽ എത്ര? അത് നമ്മുടെ കയ്യിലുള്ള ടോട്ടൽ സബ്സെറ്റിന്റെ എന്തായിരിക്കും? നേരെ പകുതിയായിരിക്കും. അതിൽ ഇവിടെ പറഞ്ഞേക്കുന്നത് ഓഡ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് ഉള്ളതെങ്കിൽ ശരിയാ, നമ്മുടെ ഈ ഓഡ് നമ്പർ ഓഫ് എലമെന്റ്സ് ആ ഉള്ളത്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? നമ്പർ ഓഫ് സബ്സെറ്റ്സ് അറ്റ് വിത്ത് അറ്റ്മോസ്റ്റ് n എലമെന്റ്സ്. അറ്റ്മോസ്റ്റ് n എലമെന്റ്സ് ഉള്ള എത്ര സബ്സെറ്റ് കാണും? അതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റിന്റെ നേരെ പകുതിയായിരിക്കും. അതായത് ഈ 4096 എന്ന് പറഞ്ഞാൽ എന്താ? അറ്റ്മോസ്റ്റ് n എലമെന്റ്സ് ഉള്ള സബ്സെറ്റുകളുടെ എണ്ണമാണ്. എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മുടെ ടോട്ടൽ സബ്സെറ്റിന്റെ നേരെ എത്ര? പകുതിയല്ലയോ ആണ്. നമ്മുടെ ടോട്ടൽ എത്ര സബ്സെറ്റ് കാണും? നമ്മുടെ സെറ്റിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട്? നമ്മുടെ സെറ്റിനകത്ത് 2n+1 എലമെന്റ്സ് ഉണ്ട്. നമ്മുടെ സെറ്റിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട്? 2n+1 എലമെന്റ്സ് ഉണ്ട്. സോ ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ് എത്ര? 2 2
2n+1. നമ്മുടെ ടോട്ടൽ എത്ര സബ്സെറ്റ് ഉണ്ട്? ഇത്രയും സബ്സെറ്റ് ഉണ്ട്. ഇതിൻ്റെ നേരെ എന്തായിരിക്കും? പകുതി ആയിരിക്കും ഏതെന്ന് പറയുന്നത് 4096 ആണേ. കണ്ടോ, ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റിൻ്റെ കണ്ടോ, ഹാഫ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ്. ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റിന് ഇതായിരിക്കും നേരെ പകുതിയായിരിക്കും ഏതെന്ന് പറയുന്നത് നമ്പർ ഓഫ് സബ്സെറ്റ് വിത്ത് അറ്റ്മോസ്റ്റ് n എലമെൻറ്റ്സ്. ഓക്കെ, അറ്റ്മോസ്റ്റ് n എലമെൻറ്റ്സ് ഉള്ള സബ്സെറ്റുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റിൻ്റെ നേരെ പകുതിയായിരിക്കും. അതാണ് ഇവിടെ എന്ത് ചെയ്തേക്കുന്നത്? തന്നേക്കുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ n എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. ഇനി ഈ ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക ഇതിന് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? n കണ്ടുപിടിക്കാം. ഓക്കെ ആണോ? ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഡയറക്റ്റായിട്ടായിരിക്കും ചോദിക്കുന്നത്. എന്താ, എൻ്റെ കയ്യിൽ ഒരു ഓഡ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ള സബ്സെറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അറ്റ്മോസ്റ്റ് n എലമെൻറ്റ്സ് ഉള്ള ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ് എത്രയാണെന്ന് ചോദിക്കുക. അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. എന്ത് ചെയ്താൽ മതി? ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റിൻ്റെ നേരെ എന്ത് ചെയ്താൽ മതി? പകുതി എടുത്താൽ മതി. ഓക്കെ ഓക്കെ, സോ ഇവിടെ നമുക്കിത് സോൾവ് ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ സോൾവ് ചെയ്യാം? 2n+1 ഡിവൈഡഡ് ബൈ 2. നോക്കാം 2n+1 എനിക്ക് എങ്ങനെ എഴുതാം? 2n ഇൻറ്റു 2 എന്ന് എഴുതാം. 2n+1 എങ്ങനെ എഴുതാം? 2n ഇൻറ്റു 2 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ എന്തുവാ? 2 അല്ലേ? a⁻m ഇൻറ്റു a⁻n എന്താ? a⁻m+n ആണേ. 2a⁻m ഇൻറ്റു a⁻n എന്ന് പറഞ്ഞാൽ എന്തുവാ? a⁻m+n. സോ m+n എന്ന് കടന്നു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യാം? a⁻m ഇൻറ്റു a⁻n എന്ന് എഴുതാം. സോ 2n ഇൻറ്റു 2n എന്ന് എഴുതാം. അതാണ് എന്തോന്ന്? 2n+1. ഓക്കെ, എന്തിനാണ് എഴുതിയത്? എനിക്ക് ഈ 2 ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. സോ വിച്ച് ഈസ് ഈക്വൽ എത്ര കിട്ടി? 4096. ഓക്കെ ആണോ? ഓക്കെ, സോ 2n ഈസ് ഈക്വൽ 4096 എന്ന് കിട്ടി. ഈ 4096 എന്തുവാ? 4096 എന്തുവാ മക്കളെ? ദാണ്ടേ 210 എത്ര? 1024. 1024 ഞാൻ എന്ത് ചെയ്യുക? ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1024 ഞാൻ എന്ത് ചെയ്യുക? ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എനിക്ക് എന്ത് കിട്ടും? 2048 കിട്ടത്തില്ലയോ? അതായത് 210 ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, അതായത് 211. ഇനി ഒരു 2 കൂടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2048 ഞാൻ എന്ത് ചെയ്യുക? ഒന്നുകൂടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ. എനിക്ക് എന്ത് കിട്ടും? 4096. അതായത് 2 എത്ര? 12. 210 ഇൻറ്റു 2 ചെയ്താൽ 211 ആവും. ഇൻറ്റു 2 ചെയ്താൽ 2 എന്താവും? 12 ആവും. അല്ലയോ? 210 ഇൻറ്റു 2 അതായത് 210 ഇൻറ്റു 2:1 2:11. ഇനി 2:11 ഞാനൊരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ a⁻m ഇൻറ്റു a⁻m+n ആ സെയിം ഇക്വേഷൻ. ഓക്കെ, സോ 210 എത്രയാണെന്നറിയാം? 1024. അതേ ഇൻറ്റു 2 എത്ര? 2048. അതേ ഇൻറ്റു 2 എത്ര? 4096. ഓക്കെ, സോ ഈ ഫിഗേഴ്സ് ഒക്കെ ഓർത്ത് വെച്ചേക്കുക. ഇത് കണ്ട ആലോചിക്കുക, അന്നേരം ആലോചിക്കുക ഇത്. ഓക്കെ ഓക്കെ, സോ 2n ഈസ് ഈക്വൽ ടു എന്താ കിട്ടി? 212 എന്ന് കിട്ടി. 4096 എത്ര? 212. സോ 2n ഈസ് ഈക്വൽ ടു 12 അല്ലെങ്കിൽ n ഈസ് ഈക്വൽ ടു എത്ര? 6 എന്ന് കിട്ടി. ഓക്കെ, സോ n ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? ആൻസർ 6 എന്ന് കിട്ടി. ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെ ഏതാണ്ട് ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇഫ് a ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 then how many elements are there in power set of a? പവർ സെറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എത്ര? പവർ സെറ്റിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ എത്ര? ഈ സെറ്റിൽ നിന്ന് എത്ര സബ്സെറ്റ് ഉണ്ടാക്കാൻ പറ്റും? ആ സബ്സെറ്റുകളെല്ലാം കൂടെ എടുത്ത് വെച്ചുണ്ടാക്കുന്ന സെറ്റാണ് എന്തോന്ന്? പവർ സെറ്റ്. അപ്പോൾ പവർ സെറ്റിനകത്ത് എത്ര ആൾക്കാർ കാണും? എത്ര സബ്സെറ്റ് ഉണ്ടോ അത്ര ആൾക്കാർ കാണും എന്തോന്ന്? പവർ സെറ്റിനകത്ത്. സോ എത്ര സബ്സെറ്റ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ പോരെ? മതി. സബ്സെറ്റ് എത്ര എണ്ണം ഉണ്ട്? 2n അത്രയും സബ്സെറ്റുകൾ കാണും ഇല്ലയോ? സോ 2 സബ്സെറ്റ് എത്ര സബ്സെറ്റ് ഉണ്ട്? എത്ര എലമെന്റ്സ് ഉണ്ട് ഇതിനകത്ത് മക്കളെ? 1 2 3 എന്ന് പറയുമ്പോൾ എത്ര എലമെന്റ്സ് ഉണ്ട്? 3 എലമെന്റ്സ് ഉണ്ടെന്ന് കൂട്ടരുത് ഒരിക്കലും. കാരണം നമ്മുടെ ഈ തന്നേക്കുന്നത് എന്താ? a ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ്, ആ സെറ്റിനകത്ത് കിടക്കുന്ന എലമെന്റ് ഏതാ? ഒറ്റ ആളേ ഉള്ളൂ. സെറ്റ് 1 2 3 എന്ന് പറയുന്ന എലമെന്റ് അതിൽ കിടക്കുന്നത്. കണ്ടോ? അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. ഇതിനകത്ത് വേറെ ടെസ്റ്റ് ഒന്നുമില്ല, സിമ്പിൾ ക്വസ്റ്റ്യനാണ്. പക്ഷെ ഒരു ടെസ്റ്റുള്ള എന്താ? ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം.
ആ സെറ്റിനകത്ത് കിടക്കുന്ന എലമെന്റ് ആരാ? സെറ്റിനകത്ത് കിടക്കുന്ന എലമെന്റ് സെറ്റ് 1 2 3 എന്ന് പറയുന്ന ഒരു എലമെന്റ് അതിൽ കിടക്കുന്നത്. 1 2 3 എന്ന് പറയുന്ന എലമെന്റ് അല്ല കിടക്കുന്നത്, സെറ്റ് 1 2 3 എന്ന് പറയുന്ന ഒരു ഒറ്റ എലമെന്റേ ഉള്ളൂ. ഓക്കെ, സോ എത്ര? 2⁻1 വിച്ച് ഈസ് ഈക്വൽ എത്ര? 2. ഓക്കെ, ആ സബ്സെറ്റുകൾ ഏതൊക്കെയാ? ഒന്നെന്ന് പറയുന്നത് 1 2 3 എന്ന് പറയുന്ന ആ സെറ്റ്, പിന്നെന്ന് പറയുന്നത് ഒരു നൾ സെറ്റ്. ഇത് രണ്ടുമായിരിക്കും ആ രണ്ട് സെറ്റുകൾ. ഓക്കെ ഓക്കെ, അടുത്തത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. A is equal to 1, 3, 5 and B is equal to 2, 4, 7 ആർ ഇക്വിവാലന്റ് സെറ്റുകൾ. ആണോ? ഇക്വിവാലന്റ് സെറ്റുകളാണോ? ആണ്. നമ്പർ ഓഫ് എലമെന്റ്സ് സെയിം ആണെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള സെറ്റുകളെ നമ്മൾ എന്ത് വിളിക്കും? ഇക്വിവാലന്റ് സെറ്റുകൾ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇക്വിവാലന്റ് സെറ്റുകളാണ്. ഇനി എ എന്ന് പറയുന്നത് 1, 5, 9, ബി എന്ന് പറയുന്നത് 1, 5, 5, 9 ആർ ഈക്വൽ സെറ്റ്. രണ്ട് സെറ്റുകൾ ഈക്വൽ ആവണമെങ്കിൽ അതിന്റെ എലമെന്റ്സ് എന്താവണം? സെയിം ആവണം. ഇവിടെ നോക്കേ, ബി എന്ന് പറയുന്ന സെറ്റ് എന്താ? 1, 5 രണ്ടു വട്ടം എഴുതിയിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം സെറ്റിന്റെ ബേസിക് റൂളാ, സെറ്റിനകത്ത് എലമെന്റ്സ് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. റിപ്പീറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായിട്ട് എഴുതാം? ഒരെണ്ണം എഴുതിയാൽ മതി. 5 9ഉം രണ്ടു വട്ടം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം സെറ്റ് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. സോ ഒറ്റവട്ടം 9 എഴുതിയാൽ മതി. സോ ഇതാണ് ആ സെറ്റ് 1, 5, 9. ഈ സെറ്റ് ഏതാ? എ എന്ന് പറയുന്ന സെറ്റ് എന്ത് തന്നെയാണ്? 1, 5, 9 തന്നെയാണ്. സോ ഇതും എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. സോ ബോത്ത് 1 and 2, 1ഉം 2ഉം എന്ത് തന്നെയാ? ശരി തന്നെയാണ്. ഓക്കെ, 1ഉം 2ഉം എന്ത് തന്നെയാ? ശരി തന്നെയാണ്. Consider all the subsets of set A is equal to 1, 2, 3, 4. How many of them are superset of set 4? ഓക്കെ, സെറ്റ് 4ന്റെ സൂപ്പർ സെറ്റ്സ് എത്ര ഉണ്ടെന്ന് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ സൂപ്പർ സെറ്റ് എന്തോന്ന് പഠിച്ചായിരുന്നല്ലയോ? 4 എന്ന് പറയുന്ന ഒരു ഒറ്റ എലമെന്റ് മാത്രമുള്ള ഒരു സെറ്റ് ഉണ്ട്. അതിന്റെ സൂപ്പർ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഏതെങ്കിലുമൊക്കെ സെറ്റിൽ 4 എലമെന്റ് ആയിട്ടുണ്ടെങ്കിൽ അതെല്ലാം എന്താണ്? ഈ 4 എന്ന് പറയുന്ന സെറ്റിന്റെ സൂപ്പർ സെറ്റുകൾ. ആന്നേ, നമ്മൾ പഠിച്ചില്ലയോ? നമ്മൾ പഠിച്ചതാ. സോ 4 എന്ന് പറയുന്ന ഒരു സിംഗിൾട്ടൺ സെറ്റ്, സിംഗിൾ എലമെന്റ് മാത്രമുള്ള സെറ്റിന് നമ്മൾ എന്ത് വിളിക്കും? സിംഗിൾട്ടൺ സെറ്റ് എന്ന് വിളിക്കും. സോ 4ന്റെ സൂപ്പർ സെറ്റ് എന്ന് പറഞ്ഞാൽ എത്ര? 4 എലമെന്റ് ആയിട്ട് വരുന്ന വേറെ ഏത് സെറ്റ് ഉണ്ടോ അതെല്ലാം എന്ത് തന്നെയാണ്? ഈ 4 എന്ന് പറയുന്ന എലമെന്റ് 4 എന്ന് പറയുന്ന സെറ്റിന്റെ സൂപ്പർ സെറ്റുകളായിരിക്കും. ഓക്കെ ആണോ? ഓക്കെ, സോ നമ്മുടെ കയ്യിലിരുന്ന ഒറിജിനൽ സെറ്റ് എത്ര? 1, 2, 3, 4. അതിന്റെ കുറേ സബ്സെറ്റുകൾ കാണുമല്ലോ. അതിനെന്ത് കാണും? കുറേ സബ്സെറ്റുകൾ കാണും. കണ്ടോ? എല്ലാ സബ്സെറ്റും ഉണ്ട്. ആ സബ്സെറ്റുകളിൽ 4ന്റെ സൂപ്പർ സെറ്റ് ആയിട്ടുള്ള ആൾക്കാരെ ആരൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതായത് 4 എലമെന്റ് ആയിട്ട് വരുന്ന സബ്സെറ്റുകളെല്ലാം എന്ത് തന്നെയാണ്? ഈ 4ന്റെ സൂപ്പർ സെറ്റാണ്. അപ്പോൾ 4 എലമെന്റ് ആയിട്ട് വരുന്ന സബ്സെറ്റുകൾ എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? 4 എലമെന്റ് ആയിട്ട് വരുന്ന സബ്സെറ്റുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം 4 എലമെന്റ് ആയിട്ട് വരുന്ന സബ്സെറ്റുകൾ. ഞാൻ ആദ്യം ഏതാണ്ട് ഇങ്ങനെ കൺസിഡർ ചെയ്യാൻ പോകും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടതാണ്. ഞാൻ ഏതാണ്ട് ഇങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ 4 ഇല്ല എന്ന് വിചാരിക്കുക. എന്ത് ചെയ്യുക? 4 ഇല്ല എന്ന് വിചാരിക്കുക. 4 ഇല്ലെങ്കിൽ എത്ര സബ്സെറ്റുകൾ ഉണ്ടാക്കാം? 4 ഇല്ലെങ്കിൽ എത്ര പേരുണ്ട്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. സോ എത്ര പേരുണ്ട്? 3 ആൾക്കാരുണ്ട്. സോ എത്ര സബ്സെറ്റുകൾ ഉണ്ടാക്കാം? 2 ക്യൂബ് എത്ര? 8 സബ്സെറ്റുകൾ ഉണ്ടാക്കാം. അതായത് 4 ഇല്ലാതെ എത്ര സബ്സെറ്റുകൾ ഉണ്ടാക്കാം? 8 സബ്സെറ്റുകൾ ഉണ്ടാക്കാം, അല്ലയോ? 1 എന്ന് പറയുന്ന ഒരാൾ, അതേപോലെ 2, അതേപോലെ 3, അല്ലെങ്കിൽ 1, 2, അല്ലെങ്കിൽ 1, 3, ഇങ്ങനെ 8 സബ്സെറ്റുകളെ ഉണ്ടാക്കാം. അപ്പോൾ 4 ഇല്ലാത്ത 8 സബ്സെറ്റുകൾ എനിക്ക് കിട്ടി. അവരുടെ കൂടെ ഞാൻ ആരെയും കൂടെ കൊടുക്കുക? 4നും കൂടെ കൊടുത്താൽ പോരെ. 4നും കൂടെ കൊടുത്താൽ പോരെ. അപ്പോൾ 4 ഉള്ള സെറ്റുകളാവുമല്ലോ അതെല്ലാം. മനസ്സിലായോ? ഐഡിയ മനസ്സിലായോ? സോ 4 ഇല്ലാതെ ഞാൻ കുറേ സബ്സെറ്റുകളെ ഉണ്ടാക്കും. എന്നിട്ട് അവന്മാരുടെ കൂടെ എൻ്റെ ആക്ച്വലി യഥാർത്ഥത്തിൽ എന്തുകൊണ്ട്? 4 ഉണ്ടല്ലോ. സോ 4 ഇല്ലാതെ എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും? 8 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. ആ 8 പേർക്കും എന്ത് ചെയ്യും? ഞാൻ ഓരോ 4ന് വെച്ച് കൊടുക്കും. അപ്പോൾ എനിക്ക് എത്ര എന്ത് കിട്ടി? 4 ഉള്ള സബ്സെറ്റുകളുടെ എണ്ണം കിട്ടി. 4 ഉള്ള സബ്സെറ്റുകളുടെ എല്ലാ എണ്ണവും എനിക്ക് കിട്ടും. സോ 4 ഉള്ള എല്ലാം കൂടെ എത്ര സബ്സെറ്റ് ഉണ്ട്? 8 സബ്സെറ്റ് ഉണ്ട്. എത്ര സബ്സെറ്റ് ഉണ്ട്? 8 സബ്സെറ്റ് ഉണ്ട്. ഓക്കെ, സോ 8 പേരുടെ കയ്യിൽ ആരുണ്ട്? 4 ഉണ്ട്. 4 ഉള്ള സബ്സെറ്റുകളാണ് 8 പേരെന്ന് പറയുന്നത്. സോ ഈ 4ന്റെ സൂപ്പർ സെറ്റായിട്ട് എത്ര പേരുണ്ട്? 8 പേര്. നമുക്കറിയാം സൂപ്പർ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 4ന്റെ സൂപ്പർ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 4 ഉള്ള ബാക്കി എല്ലാ സബ്സെറ്റുകളും എന്ത് തന്നെയാണ്? 4ന്റെ സൂപ്പർ സെറ്റുകളാണ്. ഓക്കെ ആണോ? സോ 4 ഉള്ള എത്ര എണ്ണം ഉണ്ട്? 8 സബ്സെറ്റുകളുണ്ട് 4 ഉള്ള. അപ്പോൾ ആ 8 പേരും എന്താണ്? ഇവൻ്റെ സൂപ്പർ സെറ്റുകളാണ്. ഓക്കെ ആണോ? സോ ആൻസർ എന്തായിരിക്കും ഇവിടെ? ആൻസർ സി ആയിരിക്കും. ഓക്കെ, ഇനി ഇത് വേറെ രീതിയിൽ ആലോചിക്കാം. നമ്മുടെ കയ്യിൽ ടോട്ടൽ എത്ര പേരുണ്ട്? 4 പേരുണ്ട്.
സോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സബ്സെറ്റുകളുടെ എണ്ണം എത്ര? 2⁴, അല്ലെങ്കിൽ എത്ര പേര്? 16 പേര് ടോട്ടൽ സബ്സെറ്റുകൾ. ഇനി അതിനകത്ത് 4 ഇല്ലാത്ത എത്ര പേരുണ്ട്? 4 ഇല്ലാത്ത ആൾക്കാരെ ഉണ്ടാക്കാൻ എന്ത് ചെയ്താൽ മതി? 4 ഇല്ലെന്ന് വിചാരിക്കും. 4 ഇല്ലെങ്കിൽ എത്ര പേരുണ്ട്? 3 പേര്. സോ 2³ = 8. ഇതെന്ന് പറഞ്ഞാൽ എന്താ? സബ്സെറ്റ്സ് ഡു നോട്ട് ഹാവ് 4. 4 ഇല്ലാത്ത എത്ര സബ്സെറ്റുകളുണ്ട്? 8 എണ്ണം ഉണ്ട്. കാരണം എന്താ? 4 ഇല്ലെന്ന് വിചാരിച്ചു. അപ്പം 1, 2, 3 ഉള്ളൂ. ആ 3 പേരെ വെച്ച് എത്ര എണ്ണം ഉണ്ടാക്കാം? 8 എണ്ണം ഉണ്ടാക്കാം. 2³. ഓക്കെ. അപ്പം ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 16 എണ്ണം ഉണ്ട്. അതിൽ 4 ഇല്ലാത്ത എത്ര പേരുണ്ട്? 8 പേരുണ്ട്. അപ്പം 4 ഉള്ളത് എത്ര ആയിരിക്കും? 16 - 8 ചെയ്താൽ മതി. ഓക്കെ. അപ്പം 4 ഉള്ള 8 പേരും ഉണ്ട്, 4 ഇല്ലാത്ത 8 പേരും ഉണ്ട്. അങ്ങനെ മൊത്തം എത്ര എണ്ണം ഉണ്ട്? 16 എണ്ണം ഉണ്ട്. ഓക്കെ ആണോ? സോ 8 പേര് 4 ഉള്ളവരുണ്ടെന്ന് നമുക്ക് ഇങ്ങനെയും കണ്ടുപിടിക്കാം. അപ്പോൾ 4 ഉള്ള 8 പേരുണ്ടെങ്കിൽ ആ 4 എന്ത് തന്നെയാണ്? ഈ 4 എന്ന് പറയുന്ന സെറ്റിൻ്റെ സൂപ്പർ സെറ്റുകളാണ്. ഓക്കെ ആണ്. സോ അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം? ആലോചിക്കാം. ഓക്കെ. സോ എനിവേ ഞാൻ ഈ ഒരു ലെക്ചർ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. സെറ്റ് എന്ന് പറയുന്നത് തീർന്നിട്ടില്ല. സെറ്റിൽ ഇനി എന്തുകൊണ്ട്? ഓപ്പറേഷൻസ് ഉണ്ട്, വെൻ ഡയഗ്രം ഉണ്ട്. ഓക്കെ. അടിപൊളി നല്ല കുറേ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാനുണ്ട്? നമുക്ക് ചെയ്യാനുണ്ട്. പക്ഷേ ഒട്ടും പേടിക്കേണ്ട. നല്ല അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ വെൻ ഡയഗ്രവും അതേപോലെ തന്നെ ഓപ്പറേഷൻസും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിച്ച് ആ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് വർക്കൗട്ട് ചെയ്യാനുണ്ട്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഹാപ്പി ലേണിംഗ്. ബൈ.